ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന പാർട്ടിയുടെ വെസ്റ്റ് ജില്ലാ അധ്യക്ഷ ശ്രീമതി ദീപ പുഴക്കൽ അവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഒപ്പം അവരുടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി വന്നിട്ടുള്ള ശ്രീമാൻ എൻ സുന്ദരേശൻ അവർ BDJS-ന്റെ സംസ്ഥാന ജില്ലാ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പാർട്ടിയുടെ മേഖലാ അധ്യക്ഷൻ ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മേഖലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് TK അശോക് കുമാർ അവർ, അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മേഖലാ ജനറൽ സെക്രട്ടറി പ്രേമൻ മാസ്റ്റർ, അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ കൂടെ ഇന്ന് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ള മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് അവർ, മറ്റൊരു ജനറൽ സെക്രട്ടറി ശ്രീ ബിജു സാമുവൽ, ജനറൽ സെക്രട്ടറി ശ്രീമാൻ ഷിനോജ് പണിക്കർ എന്നിവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഏതാനും സമയത്തിനകം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ സ്ഥാനാർത്ഥിയുടെ ഇൻചാർജ് കൂടിയായിട്ടുള്ള ശ്രീമാൻ അജി തോമസ് അവർ, അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BDJS-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്രീമാൻ സജി കുരീക്കാട്ടിൽ, അവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ നിയോജക മണ്ഡലത്തിലെ 2 സംഘടനാ മണ്ഡലങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നിലമ്പൂർ സംഘടനാ മണ്ഡലം പ്രസിഡന്റ് ശ്രീമാൻ T ബിനീഷ്, എടക്കര മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി ജിജി ഗിരീഷ്, അവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ കേന്ദ്രമന്ത്രി, ഞാൻ അവസാനത്തേക്ക് വെച്ചതാണ്, പ്രിയങ്കരനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീമാൻ സുരേഷ് ഗോപി അവർ, അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു വലിയ ഹർഷാരവത്തോടുകൂടി ഈ വേദിയിലേക്ക് ഞാൻ നമുക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ദേശീയ ജനാധിപത്യ സഖ്യം ഏൽപ്പിച്ച ദൌത്യം ഒരു മടിയും കൂടാതെ ഏറ്റെടുത്തുകൊണ്ട് ഈ നിലമ്പൂരിന്റെ മണ്ണിൽ മലയോര കർഷകന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടി ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ശ്രീമാൻ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അവർ, അദ്ദേഹത്തെ നമുക്ക് അദ്ദേഹത്തിന്റെ ഭാവത്തിൽ അദ്ദേഹം ഏതാണ്ട് സമയത്തിനകം എത്തിച്ചേരും. അദ്ദേഹത്തെയും നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി BDJS-ന്റെ ജില്ലാധ്യക്ഷൻ, ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീമാൻ ഗിരീഷ് മേക്കാട് അവരെ സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഏറെ ബഹുമാന്യനായ BJP ദേശീയ സമിതി അംഗം ശ്രീ PK കൃഷ്ണദാസ് അവർ, പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ ശ്രീ അബ്ദുള്ള ഗുഡ്സാർ അവർ, BJPയുടെ സമാരാധ്യരായ നേതാക്കൾ, സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട രശ്മിനാഥ് അവർ, BDJS-ന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ K പത്മകുമാർ അവർ അടക്കമുള്ള വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സമാരാധരായ നേതാക്കളെ, നല്ലവരായ എന്റെ സഹപ്രവർത്തകരെ, സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വളരെ സന്തോഷത്തോടെയും
അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് ഈ സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെയുള്ള രാഷ്ട്രീയ നപുംസകങ്ങളുടെ ഒരു വലിയ കാപട്യത്തിന്റെ ഫലമായി ഒരു തെരഞ്ഞെടുപ്പ് സംജാതമായ സമയത്ത് ഒരു സത്യസന്ധമായ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞു എന്നതിന്റെ പേരിൽ നമ്മയൊക്കെ കുരിശിലേറ്റാൻ വേണ്ടി കാത്തിരുന്ന ഇവിടെയുള്ള INDA മുന്നണി നേതാക്കന്മാർക്കെതിരെ അതിശക്തമായ ഒരു പോരാട്ട വീര്യത്തോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരഭിവാച്യയോടുകൂടിയാണ്, വളരെ പ്രതീക്ഷയോടുകൂടി നാം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കും. നമുക്കറിയാം, സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും ഒക്കെ പരിശ്രമിച്ചപ്പോ അതിനെയൊക്കെ സധൈര്യം നേരിട്ടുകൊണ്ട് ഈ ദൗത്യം ദേശീയ ജനാധിപത്യ സഖ്യം ഏറ്റെടുത്തത് നമുക്ക് വേണ്ടിയാണ്. നമുക്കറിയാം, ഇവിടെ മത്സരിക്കുന്നത് വിവിധ വ്യക്തികളല്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ദേശീയ ജനാധിപത്യ സഖ്യവും ആ ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ നേരിടുന്ന ഒരു INDA മുന്നണിയുമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. നമുക്കറിയാം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഈ രാജ്യത്തുള്ള മുഴുവൻ കല്ലുകളുടെ കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരുടെ മൂക്കമ്പാമ്പ് വരെയുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് നിന്നുകൊണ്ട് സാക്ഷാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെ ഒരു വലിയ ഐക്യനിര കെട്ടിപ്പടുത്തുകൊണ്ടാണ് നമുക്കെതിരെ സമരരംഗത്തേക്ക് ഇറങ്ങിയത്. അതിന് നമുക്കറിയാം, ഒരു INDA മുന്നണി രൂപീകരിച്ചു. അതിൽ നമ്മളെ പപ്പുമോന്റെ കോൺഗ്രസ് ഉണ്ട്, നമ്മുടെ പിണറായിയുടെ CPM ഉണ്ട്, അതുപോലെ തന്നെ CPI ഉണ്ട്. അങ്ങനെ ഈ രാജ്യത്തുള്ള മുഴുവൻ കക്ഷികളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഒരു INDA മുന്നണി രൂപീകരിച്ചത്. ആ മുന്നണിയാണ് BJPക്കെതിരെ, ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെ അതിശക്തമായ കോലാഹലങ്ങൾ ഉണ്ടാക്കിയത്. എന്നാൽ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതേ INDA മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എത്ര പേരാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നത്? ഒന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, ഒരേ മുന്നണിയാണ്. മറ്റൊന്ന് CPMന്റെ സ്ഥാനാർത്ഥി, ഒരേ മുന്നണിയാണ്. പിന്നെ വേറെ 16 സ്ഥാനാർത്ഥികളിൽ പലരും INDA മുന്നണിയിൽപ്പെട്ടവരാണ്. എന്നാൽ ദേശീയ ജനാധിപത്യ സഖ്യം നേരത്തെ കുറെ നേതാക്കന്മാരുടെ പേരുകൾ നിങ്ങൾ വായിച്ചു, ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ വായിച്ചു. സാക്ഷാൽ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഒറ്റക്കെട്ടായിട്ടാണ് നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അതിനൊരൊറ്റ സ്ഥാനാർത്ഥിയേ ഉള്ളൂ, അത് അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ്. അല്ലാതെ ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് പരസ്പരം പാരം വലിക്കുന്ന പണിയല്ല ദേശീയ ജനാധിപത്യ സഖ്യത്തിനുള്ളത്. നമുക്കറിയാം, ഇവിടെ ഈ മുന്നണികൾ ഇവർ പരസ്പരം പോരടിക്കുമ്പോ നമുക്ക് പഴയ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. ഈ വെളിച്ചെണ്ണയാട്ടുന്ന മില്ലില് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര തർക്കങ്ങളുണ്ടായി. അപ്പൊ തർക്കങ്ങൾ ഉണ്ടാകുമ്പോ ഇവര് തമ്മിൽ ഇങ്ങനെ പോരടിക്കുന്നതായിട്ടാണ് മുതലാളിക്ക് തോന്നിയത്. അപ്പൊ എന്തു ചെയ്തു? ആ പഴയ കാലത്തെ പോലെ ചക്കിലാട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു തുണി എടുത്തിട്ട് ഈ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ചക്കിലാട്ടുമ്പോ അതിങ്ങനെ തുടയ്ക്കാൻ തുണി എടുക്കും. ആ തുണി ഇങ്ങനെ എടുത്ത് അതൊക്കെ തുടച്ചു കഴിയുമ്പോ ഭർത്താവ് ഒരു ചീത്ത വിളിക്കുമ്പോ ഭാര്യ എന്ത് ചെയ്യുന്ന ഈ തുണി, ഈ നനച്ച തുണി വെളിച്ചെണ്ണയൊക്കെ പിഴിഞ്ഞിട്ട് ഒരു ഏറ് കൊടുക്കും. ഭർത്താവ് ആ തുണി അവിടെ മെല്ലെ പിഴിഞ്ഞ് കുറച്ച് സമയം വീണ്ടും കയ്യിൽ വെക്കും. കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഭാര്യയ്ക്ക് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. ഭാര്യ പിന്നെയും അവിടെ വെളിച്ചെണ്ണയൊക്കെ തൂത്ത് കുറച്ച് കഴിയുമ്പോൾ ഒരു എറി വിളിക്കും. അപ്പൊ വീണ്ടും തിരിച്ചറിയും, ആ വെളിച്ചെണ്ണ ഇവിടെ പിഴിയും. അപ്പൊ എന്താണ്, ഇവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ നിറഞ്ഞിരിക്കും. ഇതേ പണിയാണ് CPMും കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ പോരാട്ടം എന്ന് പറയുന്നത് പരസ്പരം പോരടിക്കുന്നത് ഈ പാർട്ടിയുടെ സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയാണ്.
നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ എതിർക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് നമ്മുടെ വയനാട് മണ്ഡലത്തില് ഈ രണ്ടു മുന്നണിയും മത്സരിച്ചത്. പക്ഷേ ഈ രണ്ടു മുന്നണിയും പാർലമെന്റിൽ ചെന്നിട്ട് ഒന്നിച്ചു നിന്നുകൊണ്ട ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെ പ്രവർത്തിച്ചത്. പക്ഷെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അതേ തന്ത്രം തന്നെയാണ് ഇവിടെ പയറ്റുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയം അത് തന്നെയാണ്. എന്ത് വിഷയത്തിന്റെ പേരിലാണ് ഇവർ മത്സരിക്കുന്നത്? നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന വിഷയമെന്ന് പറയുന്നത് നിലമ്പൂരിന്റെ വികസനത്തെ സംബന്ധിച്ച. നമുക്കറിയാം, കുറെ ദിവസത്തെ ചർച്ചകളും പരിപാടികളും ഒക്കെ നമ്മൾ കണ്ടു. ഇപ്പൊ വികസനം എന്ന് പറഞ്ഞ വിഷയം ഒഴിവാക്കി. കാരണം എന്താ? 35 വർഷത്തെ വികസനത്തെ ഒന്നുമില്ല എന്ന് പറയുമ്പോ മറ്റവർ പറയും കഴിഞ്ഞ 9 കൊല്ലത്തെ വികസനം ഒന്നുമില്ല. അപ്പൊ നമുക്ക് മനസ്സിലായത് എന്താ? ഈ 35 വർഷം മാത്രമല്ല, ഈ 9 വർഷം മാത്രമല്ല, ഒരു കാലഘട്ടത്തിലും നിലമ്പൂരിന് ആവശ്യമുള്ള യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ ഈ രണ്ട് മുന്നണികൾക്കും സാധിച്ചില്ല എന്നുള്ള വ്യക്തമായ തെളിവുണ്ടായിക്കൊണ്ടിരിക്കുക. ആ തെളിവ് നിരത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് അവര് വെറുതെ കൊഞ്ഞനം കുത്തുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വിഷയത്തെ മാറ്റിവെച്ചുകൊണ്ട് പലതരത്തിലേക്ക് ഇപ്പൊ വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകളൊന്നുമില്ല. ഇപ്പോ എന്താ പ്രശ്നം? മലപ്പുറം പറഞ്ഞു, അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു വാക്ക് പറഞ്ഞ് ആ വാക്കിനെ പിടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ കഴിഞ്ഞ 35 വർഷം വികസന പ്രവർത്തനം നടത്തി എന്ന് പറയാൻ ഒന്നും പറയാൻ ഇവർക്കില്ല. 9 വർഷക്കാലത്തെ വികസനത്തെ സംബന്ധിച്ചു ഒന്നും സൂചിപ്പിക്കാനില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഈ CMG റോഡ് ഈ 9 വർഷങ്ങൾക്ക് മുമ്പ് 2016 ദേശീയ ജനാധിപത്യ സഖ്യത്തിനു വേണ്ടി ഞാനാണ് മത്സരിച്ചിരുന്നത്. അന്ന് ഞാൻ ഉയർത്തിപ്പിടിച്ച ഒരു കാര്യമാണ് നമ്മുടെ CMG റോഡിനെ സംബന്ധിച്ച്. ഇവിടെ പത്രദൃശ്യ മാധ്യമങ്ങളുടെ സുഹൃത്തുക്കളൊക്കെയുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ഈ 9 വർഷക്കാലം ഇവിടെ നടത്താൻ വലിയ വികസനത്തിന്റെ അപ്പോസ്തലന്മാർ പറയുന്ന ഒരു മുന്നണിക്കും സാധിച്ചിട്ടില്ല. ഒന്നും സാധിച്ചിട്ടില്ല. CPMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്ന മോഹൻദാസ് ചന്തക്കുന്നിൽ വെച്ച് അൻവറിനെ വെല്ലുവിളിക്കുന്ന ഒരു സമ്മേളനം നടത്തിയപ്പോ ആ സമ്മേളനത്തിൽ പറഞ്ഞത് കഴിഞ്ഞ 9 വർഷക്കാലം നിലമ്പൂരിൽ ഒരു വികസനവും നടന്നിട്ടില്ല എന്നാണ്. അതിന്റെ കാരണം എന്താ? ഈ 9 വർഷക്കാലം നിലമ്പൂരിൽ ഒന്നും നടന്നില്ല എന്ന് നമ്മളല്ല, ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ വികസനം ഈ 9 വർഷത്തെ കുറിച്ച് മാത്രമല്ല നാം സൂചിപ്പിക്കുന്നത്. 1956 കേരള സംസ്ഥാനം രൂപീകൃതമായ അന്നു മുതൽ ഇന്നു വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ മറ്റൊരു നിയോജക മണ്ഡലത്തിനും ഒരു പ്രദേശത്തിനും ലഭിക്കേണ്ട വികസനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ നിലമ്പൂർ വളരെ പുറകിലാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ വേണ്ടി സാധിക്കും. ഒരു കാര്യം മാത്രമല്ല, പല കാര്യങ്ങളും നമുക്ക് ഞാൻ CMG റോഡിനെ കുറിച്ച് സൂചിപ്പിച്ചു. എന്താണ് നടന്നതൊന്നും പറയാനില്ല. ബൈപ്പാസിന്റെ സ്ഥിതി നമുക്കറിയാം. അത് മാത്രമൊന്നുമല്ല, നമ്മുടെ മലയോര മേഖല നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഞാൻ ജീവിക്കുന്ന ഒരു മലയോര ഗ്രാമത്തിലാണ്, വനാതിർത്തിയോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. എന്താണ് നമ്മുടെ സ്ഥിതി എന്ന് ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും വനമേഖലയോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ. അവരുടെ സ്ഥിതി എന്താ? എന്നും ഈ പ്രസംഗങ്ങളല്ലാതെ ഇതിനൊരു പരിഹാരം കാണാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. ഒരു മുന്നണിയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ LDFോ UDFോ അതിനുവേണ്ടി ഒരു ചെറു വിരല് പോലും അനക്കിയിട്ടില്ല. അപ്പോൾ നാം ഉയർത്തിപ്പിടിക്കുന്നത്, ദേശീയ ജനാധിപത്യ സഖ്യം ഉയർത്തിപ്പിടിക്കുന്നത് നിലമ്പൂരിന്റെ വികസിത നിലമ്പൂർ എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം. വികസിത ഭാരതത്തെ പോലെ, വികസിത കേരളത്തെ പോലെ ഒരു വികസിതമായ നിലമ്പൂരാണ് ആവശ്യം. അതിനുവേണ്ടി കഴിഞ്ഞ 35 കൊല്ലത്തെ ചരിത്രമല്ല, കഴിഞ്ഞ 9 വർഷത്തെ ചരിത്രമല്ല, ഈ നിലമ്പൂരിന്റെ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയുള്ള, അഭിമാനബോധമുള്ള ഈ രാജ്യത്തെ ചെറുപ്പക്കാര്, വിദ്യാർത്ഥികള്, കർഷക തൊഴിലാളികള്, ഈ രാജ്യത്തെ കർഷകരടക്കമുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ ഒരു ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ നമ്മൾ മത്സരിപ്പിക്കുമ്പോൾ അതിന് പിന്തുണയേകുവാനുള്ള അഹോരാത്രമായ പ്രവർത്തന രംഗത്ത് അരയും തലയും മുറുക്കി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരു ഉജ്ജ്വലമായ പ്രവർത്തനത്തിന് നാം മുന്നിട്ടിറങ്ങണം. അതിനുള്ള നാന്ദി കുറിക്കുന്ന സമ്മേളനമാണ് ഇന്ന് നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ആരാധ്യനായ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ഇവിടെ വരും. നമുക്കറിയാം, കേരളത്തിന് ഒരു പുത്തൻ പ്രതീക്ഷ കൊടുത്തുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രതിനിധിയായി ജയിച്ച് മന്ത്രിയായി കേരളത്തിലെ ജനങ്ങളുടെ വികസനത്തിന്റെ പ്രവർത്തന രംഗത്ത് ഏറ്റവും ഉജ്ജ്വലമായ മുൻപന്തിയിൽ നിൽക്കുന്ന ശ്രീമാൻ സുരേഷ് ഗോപി അവരുകൾ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹമാണ് നമ്മുടെ സമ്മേളനത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്.
തീർച്ചയായും ഇന്നു മുതൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി ഊർജ്ജസ്വലമായിക്കൊണ്ട് ഇനി ഒരു വിശ്രമമില്ലാതെ 19-ാം തീയതി വരെ നാം അഹോരാത്രം പ്രവർത്തിച്ചാൽ നിലമ്പൂരിന്റെ മണ്ണിൽ ഒരു പുതിയ ചരിത്രം കുറിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. 23-ാം തീയതി റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇതിനു മുൻപ് നമ്മൾ അവഹേളിച്ച മുഴുവൻ ആളുകളുടെയും വാക്കുകളെയൊക്കെ ചവറ്റുകൊട്ടയിലെറിഞ്ഞുകൊണ്ട് ഒരു പുതിയ ചരിത്രം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പേരിൽ നമുക്ക് നിലമ്പൂരിൽ സൃഷ്ടിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷന്റെ ഉപക്രമ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്യാംരാജ് അവരുടെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഭാരത് മാതാ കി, ഭാരത് മാതാ കി. ഞാന് ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഇടുക്കിയിലെയും നിലമ്പൂരിലെയും ഒക്കെ ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഒരു പ്രത്യേകത, നമ്മളൊക്കെ ഈ മലയോര കർഷകന്മാര് മണ്ണിനോടുമൊക്കെ പടവെട്ടി കരുത്താർജിച്ച് ഊർജ്ജസ്വലരായിട്ടുള്ള ആളുകളാണ്. ഇന്നിപ്പോ തിരുവനന്തപുരത്ത് രാജ്ഭവനില് ഭാരത് മാതാവിന്റെ ഒരു ചിത്രം വെച്ചു എന്ന് പറഞ്ഞിട്ട് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പിണങ്ങിപ്പോവുകയും കേരളത്തിലെ സർക്കാരും സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ രാജ്യവിരുദ്ധരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭാരതമാതാവിന്റെ ചിത്രം രാജ്ഭവനിൽ വെച്ചതെന്തോ തെറ്റായി പോയി എന്ന് പ്രവർത്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ നമ്മളെ ഉറക്ക വിളിക്കുന്ന മുദ്രാവാക്യം അവർക്ക് വേണ്ട മറുപടി ആയിരിക്കണം. അതുകൊണ്ട് മുഷ്ടി ചുരുട്ടി സകല ആരോഗ്യവും ഊർജവും എടുത്തിട്ട് ഉറക്ക വിളിക്കണം, ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരതീയ ജനതാ പാർട്ടിക്ക്. ആദരണീയനായിട്ടുള്ള ഇന്നത്തെ ഈ യോഗ അധ്യക്ഷൻ ശ്രീ ഗിരീഷ് മേഘാട് അവർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും നമ്മുടെയൊക്കെ വഴികാട്ടിയും BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗവുമായിട്ടുള്ള ശ്രീ PK കൃഷ്ണദാസ് അവർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാന്യപ്പെട്ടിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. ഈ ഒരു സമയത്ത് നമ്മളിവിടെ ഈ പറയുന്ന കാര്യം ഇതൊരു സുവർണ അവസരമാക്കി കണക്കാക്കി ഈ കേരളത്തെ മുഴുവൻ നമുക്ക് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെയും കേരളത്തിലെ ദൃശ്യ ശ്രാവ്യ മുഴുവൻ മാധ്യമങ്ങളുടെയും കണ്ണുകൾ ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടത്തിലോട്ട് മാത്രമായി ചുരുങ്ങുമെന്നിരിക്കെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് സഹിച്ചു കൊണ്ടുവന്നിരുന്ന യാതനകൾ എന്തൊക്കെയാണ്? നമ്മളെ വികസനത്തിന്റെ മുന്നിലോട്ട് നയിക്കാതെ ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തിലെ, ഈ ഒരു പ്രദേശത്തെ വികസന മുരടിപ്പിലേക്ക് എത്തിച്ചേർത്തിയ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതോടൊപ്പം തന്നെ UDFന്റെയും നയങ്ങൾക്കെതിരെ ഉറക്കെ സംസാരിക്കുവാനും അങ്ങനെ ഉറക്കെ സംസാരിച്ച് ഈ നാട്ടിൽ മുഴുവൻ കേൾപ്പിക്കുവാനും ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സർക്കാരിനെ പിന്നോട്ടടിക്കുവാനും അവരെ ഒരു പാഠം പഠിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഇത് എന്ന് നിലമ്പൂരിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ നാട്ടുകാരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാൻ വേണ്ടിയിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാൻ വേണ്ടിയിട്ടുള്ളത്, ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ വിജയിപ്പിച്ചുകൊണ്ട് കിട്ടാനുള്ളത് ചോദിച്ചു വാങ്ങിക്കുവാനും പറഞ്ഞു വാങ്ങിക്കുവാനും വേണ്ടിയിട്ടുള്ള തന്റെ ഇടം ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള കരുത്തരായിട്ടുള്ള ജനങ്ങൾ വാങ്ങണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം കഴിഞ്ഞ 10-11 വർഷക്കാലമായിട്ട് വികസനത്തിന്റെ പേരിൽ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ദൗർഭാഗ്യവശാൽ പല വിഭാഗങ്ങളിലും പലയിടങ്ങളിലും ഒന്നാമതായിരുന്ന കേരളം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് കേരളം ഈ രാജ്യത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും പോലെ മുമ്പോട്ട് പോകണമോ,
അതോ ആകാശത്ത് നിന്നും കുഴിയിലേക്കും കുഴിയിൽ നിന്നും പടുകുഴിയിലേക്കും വീണ്ടും വീണ്ടും പോകണമോ എന്ന് ചിന്തിക്കുവാനും ഈ കേരളത്തിലെ 3 കോടിയിലധികം വരുന്ന മുഴുവൻ ജനതയെ കൊണ്ട് ചിന്തിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ള സുവർണ അവസരമാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്, നമുക്ക് നിലമ്പൂരിൽ വന്നിരിക്കുന്നത്. ഞാൻ അധികം സംസാരിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള 1-2 വിചാരങ്ങൾ മാത്രം നിങ്ങളുടെ ഉള്ളിലേക്ക് വർഷിച്ചുകൊണ്ട് നിർത്താമെന്ന് ഞാൻ വിചാരിച്ചു കൊള്ളട്ടെ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കേരളം വിദ്യാഭ്യാസത്തിൽ 1-ാം നമ്പറാണ്, മലയാളികൾ വിദ്യാഭ്യാസത്തിൽ 1-ാം നമ്പറാണ് എന്നല്ല. ഒരു പരിധിവരെ ശരിയുമായിരുന്നു. ഒരു കാലഘട്ടം വരെ മലയാളിയുടെ മിടുക്കുകൊണ്ട്, മലയാളിക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം കൊണ്ട് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസത്തിൽ നാം വളരെയധികം മുന്നേറുകയുണ്ടായി. പക്ഷേ അതിന്റെ പേരിൽ മലയാളി കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ സംസ്ഥാനം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കേരളത്തിന് കൊള്ളാവുന്ന ഒരു സർവകലാശാല, കൊള്ളാവുന്ന ഒരു കോളേജ് നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? നമ്പർ 1 കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പഠിച്ച തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജ് നിർമ്മിക്കുന്നത് 1870-കളിലാണ്. കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള എറണാകുളം മഹാരാജാസ് കോളേജ് നിർമ്മിക്കുന്നതും ആ കാലഘട്ടത്തിൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഈ കേരളത്തിൽ പറഞ്ഞ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കോൺഗ്രസ് പാർട്ടിയും അവരുടെ LDF-ഉം UDF ഘടകകക്ഷികളും അവർ ചേർന്ന് മലയാളികളെ വീണ്ടും വീണ്ടും കബളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇലക്ഷൻ പോലും നമ്മിലേക്ക് അടിച്ച് ഏൽപ്പിച്ച സമയത്ത് എന്തു ചെയ്യണമെന്ന് ചിന്തിക്കേണ്ടത്, PV അൻവറിനെ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കേണ്ടത്, ആര്യാടൻ ഷൌക്കത്തിനെ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കേണ്ടത്, ജനാധിപത്യത്തിന്റെ രീതിയിൽ ഇവർക്കൊക്കെ തിരിച്ചടി കൊടുക്കുവാനും മറുപടി കൊടുക്കുവാനുമുള്ള ഒരവസരമായിട്ട് നിലമ്പൂരിലെ നല്ലവരായിട്ടുള്ള സമ്മതിദായകർ ഉപയോഗിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ച ഇടുക്കിയിൽ നിന്ന് വരികയാണെന്ന്. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള പട്ടിണി പാവങ്ങളായിട്ടുള്ള അന്നന്നത്തെ അന്നത്തിനു വേണ്ടി കൂലിപ്പണി എടുക്കുന്ന ധാരാളം ആളുകളുള്ള ഒരിടം കൂടിയാണ്, ഒരു നിയോജക മണ്ഡലം കൂടിയാണ് ഇവിടെ. കഴിഞ്ഞ വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഇവിടുത്തെ ആദിവാസി കോളനികളിലെല്ലാം, ആദിവാസികൾ വസിക്കുന്ന ഇടങ്ങളിലെല്ലാം, വനവാസി വിഭാഗത്തിലെ ആളുകൾ വസിക്കുന്ന ഇടങ്ങളിലെല്ലാം ഞങ്ങളും കയറി ചെല്ലുകയുണ്ടായി. ഒരു പാലം പോലും ഒന്നാലോചിച്ച് നോക്കണം. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിലമ്പൂർ നിവാസികൾ മാത്രമല്ല, ഈ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ മലയാളികളും ഉറക്കെ കേൾക്കണം. ഈ നാട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ 1 കേരളത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരും പട്ടിണിപ്പാവങ്ങളുമായിട്ടുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് കയറി ചെല്ലണമെങ്കിൽ ഇന്നും ചെങ്ങാടം വേണമെന്ന് പറയുമ്പോൾ, മുളകൾ കെട്ടിക്കൂട്ടിയ ചെങ്ങാടം വേണമെന്ന് പറയുമ്പോൾ ഈ പിണറായി വിജയനും ഈ പറയുന്ന VD സതീശനുമെല്ലാം എന്ത് കണ്ടിട്ടാണ് നിലമ്പൂരിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള മലയാളികള് ഉറക്കെ ചിന്തിക്കണം, ഉറക്കെ ചോദിക്കണം. ഈ കുത്തിയൊലിക്കുന്ന മഴവെള്ളത്തിന്, ഈ കുത്തിയൊലിക്കുന്ന മഴവെള്ള പാച്ചിലും സഞ്ചരിക്കാനൊരു പാലമോ തോണിയോ പോലുമില്ലാതെ മുളകൾ കൂട്ടിക്കെട്ടിയ ചെങ്ങാടത്തിൽ യാത്ര ചെയ്യുന്നതാണ് നമ്പർ 1 കേരളത്തിന്റെ വികസനമെങ്കിൽ ആ വികസനം ഞങ്ങൾക്ക് വേണ്ട പിണറായി വിജയ, ആ വികസനം ഞങ്ങൾക്ക് വേണ്ട സ്വരാജ എന്ന് ഉറക്കെ പറയാൻ വേണ്ടിയിട്ട് നിലമ്പൂരിലെ നിവാസികളെ കൊണ്ട് സാധിക്കണം. ഇനി ചെങ്ങാടത്തിലൊക്കെ കയറിയിട്ട് വീട്ടിലോട്ട് ചെന്നാലോ? നിങ്ങളൊക്കെ പോയിട്ടുള്ളതല്ലേ, നമ്മളൊക്കെ അനുഭവിക്കുന്നതല്ലേ? വീടെന്ന് പറയുന്ന ടാർപോളിൽ മാത്രം വലിച്ചു കെട്ടിയ രൂപങ്ങൾ, വീടെന്ന് പറയുന്ന ടാർപോളിൽ മാത്രം വലിച്ചു കെട്ടിയ രൂപങ്ങൾക്കടിയിൽ കിടന്നുറങ്ങുന്ന എത്രയോ മനുഷ്യ ജീവനുകളാണ് അവിടങ്ങളിലെല്ലാം ഉള്ളത്. പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കൊന്ന് തുണി മാറുവാൻ വേണ്ടിയിട്ട് പോലും അടച്ചുറപ്പില്ലാത്ത ഒരു മുറിയുള്ള വീടില്ലാതിരിക്കെ, ഇനി രാത്രിയിലെ വന്യമൃഗങ്ങളെ പേടിച്ചിട്ട് വനത്തിന്റെ ഉള്ളില് മരങ്ങൾക്ക് മുകളില് ഏറുമാടങ്ങൾ കെട്ടി താമസിക്കണമെന്നിരിക്കെ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ നന്നായിട്ട് കേട്ടോ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ നന്നായിട്ട് കേട്ടോ.
ഇന്ന് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വന്തമായി കൂരയില്ലാതെ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി മരങ്ങൾക്ക് മുകളിൽ ഏറുമാടം കെട്ടി താമസിക്കേണ്ട ദുർവിധി ഉണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. ആ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ആ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കേണ്ട പ്രതിപക്ഷ നേതാവിന്റെ പേര് വി.ഡി. സതീശൻ എന്നാണ്. പറ്റിക്കുകയാണ് ഇവർ നമ്മളെ. ഞങ്ങൾക്ക് പറയാനുള്ളത് നിലമ്പൂരിലെ ജനങ്ങളോട് മാത്രമല്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങളോട് മുഴുവനായിട്ടാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇടതുപക്ഷത്തിന് വേണ്ടി കൊടിപിടിക്കുന്ന, വി.ഡി. സതീശന് വേണ്ടി കൊടിപിടിക്കുന്ന, പകൽ PV അൻവറിനെ തള്ളിപ്പറയുകയും എന്നാൽ രാത്രി തലയിൽ മുണ്ടിട്ട് പോവുകയും ചെയ്യുന്ന അഭിനവ രാഹുലന്മാർക്ക് കൈയടിക്കുന്ന ഇന്നാട്ടിലെ പാവപ്പെട്ട കോൺഗ്രസ്സുകാരോടാണ് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇവര് പകല് തള്ളിപ്പറയും, ഇവര് രാത്രിയിൽ തലയിൽ മുണ്ടിട്ട് പോയി കാല് പിടിക്കും. ഇതാണ് ഈ നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ നമുക്കൊരു ഹൈവേ ഉണ്ടാക്കി തരില്ല, ഇവർ നമുക്കൊരു ബൈപ്പാസ് ഉണ്ടാക്കി തരില്ല, ഇവർ നമ്മുടെ കൃഷി നശിപ്പിക്കുന്ന പന്നികളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ഓർഡർ ഇല്ല, ഇവർ നമ്മുടെ അമ്മമാരുടെ തലയിൽ ചവിട്ടി അമ്മമാരെ കൊന്നില്ലാതാക്കുന്ന ആനകൾ ഇങ്ങോട്ട് കടക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള കിടങ്ങുകൾ നിർമ്മിക്കില്ല. ഇവർ ആ ആനകൾ നമ്മുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന ആനകൾ നമ്മളുടെ പറമ്പിലേക്ക് കടക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഫെൻസിങ്ങുകൾ നിർമ്മിക്കില്ല. നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ വർഷവും കേന്ദ്ര സർക്കാർ 77 കോടി രൂപയോളം, ഓരോ വർഷവും കേന്ദ്ര സർക്കാരിന്റെ 77 കോടിയോളം രൂപ തിന്ന് സ്വന്തം കീശ വീർപ്പിക്കുകയും സ്വന്തം തടി കൂട്ടുകയും ചെയ്യുന്നതല്ലാതെ ഇന്നാട്ടിലെ LDF ആയിക്കോട്ടെ, ഇന്നാട്ടിലെ UDF ആയിക്കോട്ടെ, നിലമ്പൂരിലടക്കമുള്ള കർഷകരുടെ, മലയോര കർഷകരുടെ സ്ഥലങ്ങളിലേക്ക് കാട്ടുപന്നി കയറുന്നതും കാട്ടാന കയറുന്നതും വന്യമൃഗങ്ങൾ കയറുന്നതും തടയുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നിരിക്കെ എന്തിനാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ കൊടി നിങ്ങൾ പിടിക്കുന്നത്? എന്തിനാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടികൾ നിങ്ങൾ പിടിക്കുന്നത്? പലരും അതിൽ നിന്നൊക്കെ മുക്തരായിട്ടതായ യൂത്ത് കോൺഗ്രസിൽ നിന്നും DYFൽ നിന്നൊക്കെ വന്ന ആളുകള് നമ്മളോടൊപ്പം നമ്മുടെ സദസ്സിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ നിലമ്പൂരിലെ ജനങ്ങളോട് പറയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്, നിങ്ങളും മാറേണ്ടതായിട്ടുണ്ട്. ഈ കോൺഗ്രസ് പാർട്ടി പറയുന്ന, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന, ഈ LDF പറയുന്ന, ഈ UDF പറയുന്ന ഈ നുണപ്രചരണങ്ങളെ വിശ്വസിക്കാതെ യഥാർത്ഥ വികസനം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ? യഥാർത്ഥ വികസന മാറ്റം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ? ആ യഥാർത്ഥ വികസനത്തിന് വേണ്ടിയിട്ട്, ആ യഥാർത്ഥ മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ കേരളത്തിന് പുറത്ത് സഞ്ചരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു 10 വർഷം മുമ്പുള്ള തമിഴ്നാടാണോ ഇന്നുള്ളത്? ഒരു 10 വർഷം 15 വർഷം മുമ്പുള്ള മധ്യപ്രദേശ് ആണോ ഇന്നുള്ളത്? ഒരു 15 വർഷം മുമ്പുള്ള ഉത്തർപ്രദേശ് ആണോ ഇന്നുള്ളത്? എന്തിന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പോലും മറ്റ് പലയിടങ്ങളും വളരെയധികം മുന്നേറിയെന്നിരിക്കെ ഈ കേരളത്തിന് മാത്രം മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കാത്തതെന്താണ്? ഈ കേരളത്തിൽ മാത്രം നമ്മൾ വീണ്ടും പിന്നോട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പെൻഷൻ കിട്ടുന്നില്ല, നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്റ്റൈപ്പൻഡ് പോലും കിട്ടുന്നില്ല, നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള ലംസൺ ഗ്രാന്റ് പോലും കിട്ടുന്നില്ല, നമുക്കൊരു ജോലിയും കിട്ടുന്നില്ല. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നമ്മുടെ ചെറുപ്പക്കാര് ഒരു ദിവസം 1000, 2000, 3000 എന്ന കണക്കില് നമ്മുടെ ചെറുപ്പക്കാര് വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ സംസ്ഥാനത്തെ ഒരു വൃദ്ധാലയമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ആരാണ് ഉത്തരവാദികള്? അതിനൊക്കെ ഒരു സംശയവും വേണ്ട. നമ്മുടെ മുന്നിൽ വെളുക്ക വോട്ട് ചോദിച്ചു വരുന്ന, നമ്മളെ ഇനിയും കബളിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന സ്വരാജിന്റെ LDFും ഷൗക്കത്തിന്റെ UDFും തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാൻ വേണ്ടിയിട്ടുള്ളത്, ഇവിടെ ഇരിക്കുന്ന BJPക്കാർ മാത്രമല്ല, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായിട്ടുള്ള നിലമ്പൂർ നിവാസികളോട് മുഴുവൻ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയിട്ടുള്ളത്, നമുക്കൊരു മാറ്റം വേണം. നമുക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള ഈ ഒരു കാലഘട്ടത്തെ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള മുളകണ്ടുള്ള ചെങ്ങാടങ്ങളിൽ പോയാൽ പോരാ. നമുക്ക് കട്ടിയുള്ള ട്രക്കുകൾ കയറുന്ന, വലിയ ബസ്സുകൾ കയറുന്ന പാലങ്ങൾ നമുക്ക് വേണം. നമുക്ക് വെറും 3 മീറ്റർ മാത്രം വീതിയുള്ള, ഒരു മഴ നനഞ്ഞാൽ കുളമാകുന്ന ചെറിയ മൺപാതകൾ മാത്രം പോരാ. നമുക്ക് വലിയ റോഡുകൾ വേണം. നമുക്ക് നമ്മുടെ പെൺകുട്ടികൾക്ക് തുണി മാറുവാൻ വേണ്ടിയിട്ട് അടച്ചുറപ്പുള്ള മുറികളുള്ള വീടുകൾ വേണം. ഏതെങ്കിലും 2 ടാർപോളിൻ വലിച്ചു കെട്ടിയിട്ട് അതിനെ വീടെന്ന് പറയുവാൻ വേണ്ടിയിട്ടുള്ള രൂപങ്ങളായി മാത്രം നമുക്ക് മാറ്റിയാൽ പോരാ.
വന്യമൃഗങ്ങളെ പേടിച്ചിട്ട് മരത്തിന് മുകളിൽ ഏറുമാടങ്ങൾ കെട്ടി ജീവിക്കുന്ന മനുഷ്യരായിട്ട് നമുക്ക് ജീവിച്ചാൽ പോരാ. നമ്മുടെ മുമ്പിലിരിക്കുന്നത്, നമ്മുടെ ഭാവിയിലേക്ക് ഇരിക്കുന്നത് ഒരു വലിയൊരു പുലരിയാണ്, വികസനത്തിന്റെ പുലരിയാണ്, നരേന്ദ്രമോദി നയിക്കുന്ന വികസനത്തിന്റെ പുലരിയാണ്. അതിനു വേണ്ടിയിട്ട്, ആ നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതത്തിന് വേണ്ടിയിട്ട്, ആ വികസനം ഈ നിലമ്പൂരിന്റെ മണ്ണിലും എത്തുവാൻ വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷത്തിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും തൂത്തെറിഞ്ഞുകൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥിയെ ഇവിടെ വിജയിപ്പിക്കുക, NDAയുടെ സ്ഥാനാർത്ഥിയെ ഇവിടെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒരു മാറ്റത്തിന് തയ്യാറാകണമെന്ന് ഉറക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട്, ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി BDJSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ K. പത്മകുമാർ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ BDJSന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ഗിരീഷ് മേക്കാട് അവർ, അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച ഏറ്റവും പ്രിയങ്കരനായ BJPയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ശ്രീ PR രശ്മിമിൽ ദാസ് നാഥ് അവർ, ഞാൻ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ധരിപ്പിക്കുന്നില്ല, കൃഷ്ണാസേനടക്കമുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ, അതുപോലെ തന്നെ വിവിധ ഘടകകക്ഷികളുടെ ഏറ്റവും സമുന്നതരായ നേതാക്കള്, ഈ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും കടന്നു വന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഉജ്ജ്വലരായ നേതാക്കന്മാര്, പ്രവർത്തകര്, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചരിത്രപരമായ ഒരു വലിയ ചുമതലയും ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് വളരെ ആവേശത്തോടുകൂടി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ, പ്രത്യേകിച്ച് BJP നേതൃത്വം നൽകുന്ന ഈ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളും പ്രവർത്തകരും ഇവിടേക്ക് കടന്നു വന്നത്. സ്വാഗത പ്രസംഗൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ആഴ്ചകളിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ദൃശ്യമാധ്യമങ്ങളും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നടത്തിയ ഒരു ഹീനമായ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചു. BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രസ്താവന അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി സൂചിപ്പിച്ചു. ഒരനവസരത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മാത്രമല്ല BDS അടക്കമുള്ള ചിന്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അഭിപ്രായം അതുതന്നെയാണ്. പക്ഷെ ഞങ്ങൾ ആരും ആ അവസരത്തിൽ പറഞ്ഞിട്ടില്ല ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല, സൈധൈര്യം ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമുന്നതനായ, അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മിടുക്കനായ, കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാർഷിക മേഖലയിലും അതോടൊപ്പം തന്നെ പൊതുരംഗത്ത് നിറഞ്ഞു നിന്ന ഒരു സ്ഥാനാർത്ഥിയെ ദേശീയ ജനാധിപത്യ സഖ്യം അവതരിപ്പിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും ആവേശം കാണുമ്പോഴേ, അതുപോലെ തന്നെ നിലമ്പൂരിന്റെ മണ്ണിന്റെ ഗ്രാസ് ലെവലിലുള്ള വലിയ അടിയൊഴുക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ബൈ-ഇലക്ഷനെ ഉപതെരഞ്ഞെടുപ്പ് 2004 നമ്മളെല്ലാം വിസ്മരിപ്പിച്ച ദേശീയ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അന്ന് ഇതുപോലെ ദൃശ്യമാധ്യമങ്ങളടക്കം ആരും ജയസാധ്യത കാണാതെ മൂവാറ്റുപുഴയിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യം വിജയിപ്പിച്ചെടുത്ത PC തോമസിനെ പോലെ തന്നെ അഡ്വക്കേറ്റ് തോമസ് ജോർജ് ഇവിടെ വിജയിക്കും എന്നുള്ള വലിയ സൂചനകൾ എല്ലാ മേഖലകളിൽ നിന്നും ഇന്ന് ദൃശ്യമാകും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ ദീർഘമായി പ്രതിപാദിച്ചു. ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം കേരള രാഷ്ട്രീയം അതിവേഗം മാറുകയാണ്. ഇനിയും വളരെ നാളുകൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ട്
ഇവരുടെ വികസന വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ കാലം ചെയ്ത പഴക്കം ചെയ്ത സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് യാഥാർത്ഥ്യബോധം തിരിച്ചറിയുന്ന കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ പറഞ്ഞു, കഴിഞ്ഞ 11 വർഷം സമാനതകളില്ലാതെ രാജ്യം വികസന രംഗത്ത് ഉജ്ജ്വലമായി മുന്നോട്ട് പോകുമ്പോഴേ കഴിഞ്ഞ 9 വർഷം തൊട്ട് അതിന് പിന്നോട്ടുള്ള വർഷങ്ങൾ പരിശോധിച്ചാൽ എല്ലാ മേഖലയിലും ഒരവസരത്തിൽ കേരളം നമ്മൾ അഭിമാനത്തോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസ രംഗം അത് ഇവരുടെ ആരുടെയും പ്രവർത്തനം കൊണ്ടല്ല, കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താക്കന്മാർ, മിഷണറികളുടെ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സംഘടനയുടെ പ്രവർത്തനങ്ങൾ, അവരുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ നമുക്ക് സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യരംഗം കേരളം ഒരു അവസരത്തിൽ പലർക്കും മാതൃകയായിരുന്നു. ഇന്ന് വിദ്യാഭ്യാസ രംഗവും ആരോഗ്യരംഗവും അടക്കമുള്ള സമസ്ത മേഖലകളും പട്ടുകുഴിയിലേക്ക് മാറിയിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ 4-5 വർഷങ്ങൾ പരിശോധിക്കുമ്പോൾ +1 കഴിഞ്ഞ കുട്ടികൾ, പ്രീ ഡിഗ്രി കഴിയുന്ന കുട്ടികൾ നമ്മുടെ മികച്ച ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, എയ്ഡഡ് കോളേജുകൾ, എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന കോളേജുകളിൽ സീറ്റുകൾ മുഴുവൻ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഒരവസരത്തിൽ ബികോമിനും BCAയ്ക്കും മറ്റ് സയൻസ് സബ്ജക്റ്റുകൾ അടക്കമുള്ള ആർട്സ് സബ്ജക്റ്റുകൾക്ക് നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് സീറ്റ് കൊടുക്കാൻ കഴിയുമില്ലായിരുന്നു. ഇന്ന് പലപ്പോഴും റാങ്ക് ലിസ്റ്റുകൾ പൂർത്തീകരിക്കുവാൻ കഴിയാതെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം അല്ലെങ്കിൽ +2 വിദ്യാഭ്യാസം കഴിഞ്ഞ നമ്മുടെ ചെറുപ്പക്കാരെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ ശക്തിയും ഓജസ്സും തേജസ്സുമായ എല്ലാ ചെറുപ്പക്കാരും രാജ്യം വിട്ടുപോകുന്ന നിലയിലേക്ക് നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു പഠനം BBC-യുടെ കണ്ടു. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്ന ആളാണ്. അവിടെ തിരുവല്ല, കുമ്മനാട് പറയുന്ന മേഖലയെ സംബന്ധിച്ചിടത്തോളം നടത്തിയ ഒരു പഠനത്തിൽ ഒരു വൃദ്ധജനങ്ങളുടെ മാത്രം നാടായി ആ മേഖല മാറിയിരിക്കുന്നു. അവിടെ മാത്രമല്ല, കേരളത്തിന്റെ പല മേഖലകളിലും ആ നിലയിലേക്ക് മാറി മാറി ഭരിച്ച് LDF-ന്റെയും UDF-ന്റെയും സർക്കാരുകൾ അത്തരത്തിലേക്ക് മാറിയിരിക്കുന്നു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ദേശീയ രാഷ്ട്രീയത്തിൽ കാണുന്ന വികസന രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനം കേരളത്തിലും അതിൽ നിന്നും മാറി നിൽക്കുവാൻ കഴിയുകയില്ല. ഞാൻ ഈ അവസരത്തിൽ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കുന്നില്ല. മറ്റൊരു യാഥാർത്ഥ്യം നമുക്കറിയാം. ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് മലബാർ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പച്ചയായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ മേഖലയിലെ സാമ്പത്തിക രംഗത്തെയും സാമൂഹ്യ രംഗത്തെയും ചില അസമത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം BDS-ന്റെ അധ്യക്ഷൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയും അതിനു മുമ്പ് SNDP യോഗത്തിന്റെ ഇവിടെ ഒരവസരത്തിൽ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള എല്ലാവരുടെയും കൂട്ടായ്മ ഉണ്ടാകണം, സാമൂഹ്യ നീതി നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് തുല്യനീതി ലഭിക്കണമെന്ന് വലിയ മുദ്രാവാക്യം ഉയർത്തിയ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകളും മാസങ്ങൾക്ക് മുമ്പ് ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു. മറ്റൊന്നുമല്ല, എല്ലാ മേഖലയിലും സാമൂഹ്യ രംഗത്തും സാമ്പത്തിക രംഗത്തും ആ തുല്യ നീതി ലഭിക്കണം, എല്ലാ ആളുകളെയും അത്തരത്തിൽ പരിഗണിക്കപ്പെടണം എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ നമ്മുടെ ഈ മേഖല അടക്കമുള്ള മേഖലയിൽ നടത്തിയ കടന്നാക്രമണങ്ങൾ, പക്ഷെ അവിടെയും കൃത്യമായി ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ആ വലിയ സന്ദേശം എത്തിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുക്കം നാളുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ മേഖലയിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചു അഡ്വക്കേറ്റ് ശ്രീ മോഹൻ ജോർജ് അവറുകൾ. അദ്ദേഹത്തിന് താമര ചിഹ്നത്തിൽ നമ്മുടെ എല്ലാവരുടെ വോട്ടുകൾ ലഭ്യമാക്കുന്നതോടൊപ്പം തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എല്ലാ ഘടകകക്ഷികളും BJP നേതൃത്വം നൽകുന്ന ഈ മുന്നണികൾ സഹോദരതുല്യമായി പ്രവർത്തിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ ബൂത്ത് തലത്തിലും വാർഡ് തലത്തിലും ആ പ്രവർത്തനങ്ങൾ ആകെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായി പ്രവർത്തിക്കുവാനും എവിടെ ആമുഖമായി സൂചിപ്പിച്ചതിനെ പോലെയുള്ള ഒരു വലിയ വിജയത്തിലേക്ക് ദേശീയ ജനാധിപത്യത്തിന്റെ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ കടന്നു വരുവാനും കഴിയട്ടെ. 23-ാം തീയതി ഈ ഫലപ്രഖ്യാപനം നടത്തുമ്പോൾ ആവേശത്തോടുകൂടി നമുക്ക് വീണ്ടും ഒന്നിച്ചു കൂടുവാനുള്ള ഒരു സാമൂഹ്യമായ അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ വിജയങ്ങളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി
ഈ അടുത്തിടെ തിരുവനന്തപുരത്തു നിന്ന് CPM എന്ന രാഷ്ട്രീയത്തെ വെറുത്തുകൊണ്ട് തന്റെ കയ്യിലെ കീറച്ചൊങ്കൊടി തിരുവനന്തപുരത്തെ തെരുവോരങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായ നരേന്ദ്രമോദിജിയുടെ കരുത്തുറ്റ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും SFI മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും സംസ്ഥാന ജില്ലാ സെക്രട്ടറിയും ആയിട്ടുള്ള മുൻ ജില്ലാ സെക്രട്ടറിയും കൂടെ ആയിട്ടുള്ള GS ഗോകുൽ ഗോപിനാഥ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നിലമ്പൂരെ, ഉഷാറല്ലേ? ഉഷാറല്ലേ? ഉഷാറാക്കാം. ഇവിടെ പ്രിയപ്പെട്ടവർ സൂചിപ്പിച്ചതുപോലെ CPM എന്ന സ്വജനപക്ഷപാതത്തിന്റെ, CPM എന്ന വർഗീയതയെ ഒളിച്ചു കിടക്കുന്ന രാഷ്ട്രീയത്തെ, CPM എന്ന ഈ നാട്ടിലെ യുവാക്കളുടെ, ചെറുപ്പക്കാരുടെ, അമ്മപെങ്ങന്മാരുടെ സ്വപ്നങ്ങൾക്ക് തീവയ്ക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ, ആ രാഷ്ട്രീയത്തെ വെറുത്തും എതിർത്തുമാണ് ദേശീയത എന്നാൽ വർഗീയതയാണെന്ന് പ്രചരിപ്പിക്കുന്ന CPM-നെതിരെ ഈ നാടിന്റെ ദേശീയത, അത് ഈ നാട്ടിലെ ഓരോ മനുഷ്യന്റെയും ഈ നാടിനോടുള്ള പ്രണയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രണയത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനായി മാറാൻ ഞാൻ തീരുമാനിച്ചത്. നിലമ്പൂര് എനിക്ക് മുമ്പേ വർത്തമാനം പറഞ്ഞ പ്രിയമുള്ളവർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ നിയമസഭയിലേക്ക്, കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ വാതായനമായി മാറാൻ പോവുകയാണ്. നിലമ്പൂർ എന്ന ഈ തിരഞ്ഞെടുപ്പിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയും NDA മുന്നണിയും നടത്തുന്ന തേരോട്ടമാണ്. കേരളത്തിലെ NDA മുന്നണിക്കും കേരളത്തിലെ ജനതയ്ക്കും CPM-ന്റെയും കോൺഗ്രസിന്റെയും LDF-ന്റെയും UDF-ന്റെയും മുസ്ലിം ലീഗിന്റെ എല്ലാം വെറുപ്പിന്റെ, വർഗീയതയുടെ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ച് ഈ നാടിന്റെ നിയമനിർമ്മാണ സഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDA-യുടെയും ഒക്കെ സാരഥികളെ ഉപവിഷ്ടരാക്കാനുള്ള അവസരത്തിന്റെ തുടക്കമാണ് നിലമ്പൂരെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തുടക്കത്തിന്റെ വെള്ളി വെളിച്ചം പകരുന്നവരായി നിലമ്പൂരെ, പ്രിയമുള്ള നിലമ്പൂരെ നമ്മൾ മാറണം. അതുകൊണ്ടാണ് ആദ്യം ഞാൻ സൂചിപ്പിച്ചത്, ഉഷാറല്ലേ? നിങ്ങൾ ഉഷാറായാലേ കാര്യങ്ങൾ ഉഷാറാവും. നിലമ്പൂർ ഉഷാറായില്ലെങ്കിൽ കേരളം ഉഷാറാവൂല. കേരളം തണുത്തു. നിങ്ങളുടെ ഹൃദയങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, നിങ്ങളുടെ വാക്കിൽ, നോക്കിൽ നിങ്ങൾ ഈ കേരളത്തിന്റെ ജനതയോട് കാത്തുവയ്ക്കുന്ന വെളിച്ചമാണ്, അഗ്നിയാണ് ഈ കേരളത്തിന്റെ ജനഹൃദയങ്ങളിലാകെ പടർന്നു വരാൻ പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് BJP-യുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി മോഹൻ ജോർജിനെ വിജയിപ്പിക്കാനുള്ള അഹോരാത്ര പ്രയത്നങ്ങൾക്ക് നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കും. ഇവിടെ നേരത്തെ ശ്യാമേട്ടൻ സൂചിപ്പിച്ചു വെച്ചതുപോലെ എന്റെ മുമ്പിൽ ഒരുപാട് അമ്മപെങ്ങന്മാരുണ്ട്, മുതിർന്ന ഒരുപാട് പിതാക്കന്മാരൊക്കെ ഉണ്ട്. നിങ്ങളോടൊരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ജനാവലിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിങ്ങളെല്ലാം നൊന്ത് പ്രസവിച്ച് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയും ഒരുപാട് സ്നേഹവും ഒരുപാട് ലാളനയും കുറച്ച് ശാസനയും ഒക്കെ നൽകി വളർത്തിയ നിങ്ങളുടെ എത്ര മക്കൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കൊപ്പം രാത്രി അത്താഴം കഴിക്കാൻ വീട്ടിലുണ്ട്? എത്ര പേരുണ്ട്? അവരത്താഴം കഴിക്കുമ്പോൾ അവരൊരു വീഡിയോ കോളിലൂടെയല്ലേ നിങ്ങളെ കാണുന്നത്? ഇപ്പോ പലരെയും അല്ലേ? അവർ ഭക്ഷണം കഴിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ, മറ്റു സംസ്ഥാനങ്ങളിൽ രാത്രികാലങ്ങളിൽ വീഡിയോ കോളിലൂടെ മക്കളെ കാണേണ്ടി വരുന്ന ഒരു ജനതയല്ലേ ഇന്ന് കേരളത്തിന്റെ ജനത, അല്ലേ? ആ ജനതയുടെ പ്രതിനിധികളാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്.
സ്വന്തം മക്കൾക്കൊപ്പം ഒരുള്ള ആഹാരം വാരിക്കഴിക്കാൻ, രാത്രികാലങ്ങളിൽ അവർക്കൊപ്പം അന്തി ഉറങ്ങാൻ, അവരുടെ ഊഷ്മളമായ സ്നേഹം ഏറ്റുവാങ്ങാൻ കേരളത്തിന്റെ ജനതയ്ക്ക് അവസരം നൽകാത്തൊരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നമ്മൾ തിരിച്ചറിഞ്ഞോണം. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും സൃഷ്ടിച്ച അപജയമാണത്. എന്താ അത്? എന്റെ പ്രായമുള്ള, എന്നേക്കാൾ എളുപ്പമുള്ള, എനിക്ക് മുതിർന്നവരായിട്ടുള്ള ഒരു 10-35 വയസ്സിനകത്തുള്ള ചെറുപ്പം എവിടെ? കേരളത്തിന്റെ ചെറുപ്പം എവിടെ? കേരളത്തിന്റെ ചെറുപ്പം നമുക്കൊപ്പം ഉണ്ടോ? നമ്മുടെ ചെറുപ്പം, നമ്മുടെ യുവാക്കൾ, നമ്മുടെ യുവതിയുവാക്കൾ നമുക്കൊപ്പമില്ല. അവരെവിടെ പോയി? എവിടെ? നിലമ്പൂരിലെ CPM-ന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് വലിയ ചിന്തകനാണ്, വലിയ നിരൂപകനാണ്, വാഗ്മിയാണ്, എല്ലാമാണ്. സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതല്ല, BJP-യുടെ വേദിയിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതല്ല. ആ വാഗ്മിയും നിരൂപകനും ചിന്തകനുമൊക്കെ ആയിട്ടുള്ള സ്വരാജ് യുദ്ധങ്ങളെക്കുറിച്ച് വലിയ ലേഖനങ്ങൾ എഴുതും. അല്ലെ? നമ്മൾ വായിച്ചില്ല ഇപ്പൊ കാലത്തൊക്കെ. ഹമാസിനെ അനുകൂലിച്ചെഴുതും. ഈ രാജ്യത്തിന്റെ നെഞ്ചൂക്ക് പ്രകടിപ്പിക്കാൻ, ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ കാത്തുസൂക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ സമുന്നതനായ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ നാടിന്റെ ചെറുത്തുനിൽപ്പായിട്ടുള്ള സിന്ദൂർ ഓപ്പറേഷനെതിരെ സ്വരാജ് പ്രതികരിക്കും. പലായനങ്ങൾക്കെതിരെ പ്രതികരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീടുകൾക്കകത്ത് നിന്ന്, നമ്മുടെ അകത്തളങ്ങളിൽ നിന്ന് പലായനം ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച്, യുവതിയുവാക്കളെക്കുറിച്ച് ഈ സ്ഥാനാർത്ഥി പ്രതികരിച്ചിട്ടുണ്ടോ? നിങ്ങളിവിടെ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? സത്യത്തിൽ പലായനമല്ലേ നടക്കുന്നത്? അല്ലേ? അഗതികളായി അന്യവൽക്കരിക്കപ്പെട്ട് ഏതോ നാട്ടിൽ പോവുകയല്ലേ നമ്മുടെ ചെറുപ്പം? അല്ലേ? അവിടെ പോയിട്ട് എന്താ അവസ്ഥ? നമ്മുടെ നാട്ടിലെ ചെറുപ്പത്തിന്റെ സുഖിച്ചാണോ അവർ ജീവിക്കുന്നത്? എത്ര പേരുണ്ട്? ഒരു കണക്കെന്ന് പറയുന്നത് 2024 കേരളത്തിൽ നിന്ന് ശരാശരി 45 ലക്ഷം പേരാണ് 2024 വരെ കേരളത്തിലെ ആകെ ജനസംഖ്യയിൽ നിന്ന് 45 ലക്ഷം പേരാണ് വിദേശത്ത് ഉദ്യോഗങ്ങൾ തേടിയും പഠനത്തിന് വേണ്ടി പോയത്. 25 ലക്ഷം പേരാണ് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് നിലമ്പൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് കാണിച്ചുരം എന്ന് കയറിയാൽ എവിടെയാ? കർണാടകയിലും, അല്ലെ, ബന്ദിപ്പൂർ വഴി കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ പോവാം. നമ്മുടെ വീടുകളിൽ അവിടെ എല്ലാം ജോലിക്ക് പോകുന്ന ആൾക്കാരില്ല. എന്താ കാരണം? നമ്മുടെ നാട്ടിൽ ചെറുപ്പത്തെ പിടിച്ചിരുത്താനുള്ള ഒരു തരത്തിലുമുള്ള വ്യാവസായിക മുന്നേറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. നമ്മുടെ നാട്ടിലെ ചെറുപ്പത്തിന് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു രീതിയിലുമുള്ള ഇടപെടലുകൾ മാറി മാറി വന്ന UDF, LDF സർക്കാരുകളുടെ ഭാഗമായി ഉണ്ടാവുന്നില്ല. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജനസംഖ്യയിൽ 36% വരുന്ന 18-നും 50-നും വയസ്സിനിടയിലുള്ള ആളുകൾ തൊഴിൽരഹിതരാണ് എന്ന് പുതിയ കണക്കുകൾ പറയുകയാണ്. അതിൽ 23% പെൺകുട്ടികളാണ്, വനിതകളാണ്. വെറുതെ പഠിക്കാത്തത് കൊണ്ട്, പഠിക്കാൻ വിട്ടപ്പോ മാങ്ങയ്ക്ക് കല്ലെറിഞ്ഞും തോട്ടിൽ മീൻ പിടിച്ചും നടന്നതുകൊണ്ടല്ല. ഏറ്റവും കുറഞ്ഞത് ഒരു ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ള ആളുകളാണ്. അപ്പോ നല്ല വിദ്യാഭ്യാസമുള്ള നമ്മളെ ചെറുപ്പത്തെ പലായനം ചെയ്യാൻ, ആരാ പലായനം ചെയ്യുന്നത്? അഭയാർത്ഥികളാണ്. അല്ലേ? നമ്മള് രോഹിംഗ്യൻ അഭയാർത്ഥികളൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അഭയാർത്ഥികൾ സ്വന്തം നാട്ടിൽ രക്ഷയില്ലാതെ വർഗീയമായി, വംശീയമായി, വിഘടനകരമായി ചോദ്യം ചെയ്യപ്പെടുന്ന, അസ്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകൾ അവരുടെ പ്രാണനും കയ്യിൽ പിടിച്ചുകൊണ്ട് അയൽപക്കങ്ങളിലേക്ക് പലായനം ചെയ്യാറുണ്ട്. ഇതേ പലായനമല്ലേ നമ്മുടെ മക്കൾ, നമ്മുടെ ചെറുപ്പം കേരളത്തിൽ നടത്തുന്നത്? അവരെ കേരളത്തിനകത്ത് സുസ്ഥിരമായ അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാനുള്ള എന്തെങ്കിലും കാര്യം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സർക്കാർ ചെയ്യുന്നുണ്ടോ? ആരാ ചെയ്യുന്നത്? എൻഡിഎയുടെ സർക്കാരാണ്. ശ്രീമാൻ നരേന്ദ്രമോദിജി നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണ് ആകെ ഈ യുവതയുടെ പ്രതീക്ഷയെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഈ നാടിന്റെ പ്രതീക്ഷ ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന NDA സത്യമാണെന്ന് നമ്മൾ ഓർത്തു വെച്ചോണം. പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ മറന്നു പോകരുത്. നിലമ്പൂര് മറക്കരുത്. അപ്പോ ഞാൻ ജനിച്ചപ്പോഴേ ഈ ചിഹ്നത്തിൽ കുത്തിപ്പോയതാ. എന്റെ കണ്ണ് ഈ ചിഹ്നത്തിൽ മാത്രമേ പതിയൊന്നും വിചാരിച്ചു കളയരുത്. നമ്മുടെ മക്കളുടെ പലായനങ്ങൾ അവസാനിക്കണമെങ്കിൽ, നമ്മുടെ മക്കൾ നമുക്കൊപ്പം സ്നേഹം പങ്കിട്ട്, ദുഃഖം പങ്കിട്ട് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ, നമുക്കൊപ്പം അവരുണ്ടാകണമെങ്കിൽ
ആരധികാരത്തിൽ വരണം, ആരുടെ MLA ഇവിടുന്ന് പോകണം? ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA, NDAയുടെ MLA ശ്രീമാൻ മോഹൻ ജോർജ് ഇവിടുന്ന് ജയിച്ചു പോകണം. ആ തീരുമാനം നമ്മൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ 10 കൊല്ലമാവാൻ പോവുകയാണ്, കേരളം ഭരിക്കുകയാണ്. അവര് ആദ്യം അധികാരത്തിൽ 2014 വെച്ചൊരു മുദ്രാവാക്യമുണ്ട്, ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. എന്തായാലും LDF വരും, എല്ലാം ശരിയാവും. നാടൻ പ്രയോഗമുണ്ട്. നമ്മൾ ഈ രണ്ടുപേര് തമ്മിൽ തർക്കിക്കുമ്പോ ഒന്നും നടന്നില്ലെങ്കിൽ അവന്റെ മുഖത്ത് നോക്കി വിരച്ചിട്ട് നമ്മൾ പറഞ്ഞു ശരിയാക്കി തരാം, അല്ലെ? ഇപ്പൊ ശരിയാക്കി തരാം. ഈ ശരിയാക്കലാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞത്. ഈ ശരിയാക്കലാണ് ഇടതുമുന്നണി നേതാക്കന്മാർ പറഞ്ഞത്. കേരളമേ ശരിയാക്കി തരാം കേട്ടാ, തിരുവനന്തപുരം ഭാഷ പറഞ്ഞു അങ്ങനെ ശരിയാക്കി തരാം. ഈ ശരിയാക്കലല്ല ഉണ്ടായത്. നമ്മുടെ വീട്ടകങ്ങൾക്കകത്ത് വറുതികൾ ഉണ്ടാകുന്നു, നമ്മുടെ വീട്ടുകൾക്കകത്ത് പട്ടിണി ഉണ്ടാകുന്നു, നമ്മുടെ ആവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നു, നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ ഇല്ലാതാകുന്നു. ഇവിടെ പിന്നത്തെ നടക്കുന്നു. ഇവിടെ നമ്മുടെ ബഹുമാനായിട്ടുള്ള പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർജി കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ ഇപ്പൊ നമ്മൾ നിലമ്പൂരാണ്. നിലമ്പൂര് ഒരു രാജഭരണത്തിന്റെ പൈതൃകമുള്ള ഒരു അല്ലെ രാജഭരണത്തിന്റെ പൈതൃകമുള്ള തേരോട്ടങ്ങളുടെ, വലിയ മുന്നേറ്റങ്ങളുടെ, ചെറുത്തുനിൽപ്പിന്റെ, പോരാട്ടങ്ങളുടെ ചരിത്രമുള്ള നാടാണ്. ഈ നാടുവാഴ്ച പോലെ ജനാധിപത്യത്തിന്റെ കാലത്ത് ശ്രീമാൻ പിണറായി വിജയൻ രാജാവിന്റെ നേതൃത്വത്തിൽ മരുമക്കത്തായവും മക്കത്തായവും നടക്കുന്ന ഒരു നാടായി കേരളം മാറുന്നു. നമുക്ക് ഈ മരുമക്കത്തായവും മക്കത്തായവും അവസാനിപ്പിക്കണ്ടേ? അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ വലത് കൈയിലെ ചൂണ്ടുവിരലിൽ പതിയുന്ന മഷിയാണ് പ്രിയമുള്ളവരെ ഈ രാജഭരണത്തെ അവസാനിപ്പിക്കാനുള്ള ചൂണ്ടുവിരൽ. ആ സമ്മതിദാന അവകാശം നിങ്ങൾ വിനിയോഗിക്കണമെന്ന് മാത്രമാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ അഭ്യർത്ഥനയും നാളേക്ക് വേണ്ടിയാണ്. നിങ്ങൾ നാളേക്ക് വേണ്ടി, നല്ലൊരു ഭാവിക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചിന്തിച്ച് BJPക്ക് വോട്ട് ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വന്ദേ മാതരം. അടുത്തതായി നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ചെയർമാൻ ശ്രീ കുരുവിള മാത്യൂസ് അവറുകളെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പ്രൗഢഗംഭീരമായ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഗിരീഷ് മേക്കാട്, വേദിയിലുള്ള BJPയുടെ ദേശീയ കൌൺസിൽ അംഗം PK കൃഷ്ണദാസിയേട്ടൻ അടക്കമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും വിവിധ ഘടകകക്ഷികളുടെ നേതാക്കന്മാരെ, എന്റെ പ്രിയപ്പെട്ട നിലമ്പൂർ വാസികളെ, പ്രൗഢഗംഭീരമായ ഈ ഒരു കൺവെൻഷൻ കാണുമ്പോൾ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ മാറാൻ പോവുകയാണ്. കേരളത്തിന്റെ കാലാവസ്ഥ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലവർഷം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയ കാലാവസ്ഥയും മാറുകയാണ്. നിലമ്പൂർ അതിനൊരു തുടക്കം കുറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളപ്പിറവിക്ക് ശേഷം ഈ സംസ്ഥാനം മാറി മാറി ഭരിച്ച കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തിലുള്ള മുന്നണികൾ, LDF, UDF മുന്നണികൾ ഭരിച്ച് നമ്മുടെ ഈ സംസ്ഥാനത്തെ ഒരു പരുവമാക്കിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണ് ഈ സംസ്ഥാനത്തുള്ളത്. സമസ്ത മേഖലയിൽ തകർച്ചയുടെ വക്കിലാണ്. അതിൽ നിന്നായി ഈ സംസ്ഥാനത്തിനൊരു മാറ്റമുണ്ടാവണം. കേരളത്തിനൊരു മാറ്റമുണ്ടാവണമെങ്കിൽ ഇടതു വലത് മുന്നണികൾക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഈ കൊച്ചു കേരളത്തിന്റെ ഭരണത്തിലെത്തണം. അതിനൊരു നാന്ദിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറണം എന്നുള്ളതാണ് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ രാജ്യത്ത് വികസനം എന്താണെന്ന് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 11 വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് കാട്ടിത്തന്നു. ഭാരതം നമുക്കറിയാം, ഒട്ടേറെ വ്യത്യസ്തതകളുള്ള ഒരു രാജ്യമാണ് ഈ ഭാരതം. ഇത്രയധികം ജാതികളും
ഉപജാതികളും സംസ്കാരങ്ങളും ഭാഷകളുമുള്ള ഒരു രാഷ്ട്രം ലോകത്തെവിടെയുമില്ല. ആ ജനതയെ മുഴുവൻ വ്യത്യസ്ത സംസ്കാരമുള്ള വ്യത്യസ്ത ജാതി വിഭാഗത്തിലുള്ള മുഴുവൻ ആളുകളെയും ഒന്നായി കണ്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി കാട്ടിത്തന്ന വികസന മാതൃക ഈ കൊച്ചു കേരളത്തിലും യാഥാർത്ഥ്യമാവണം. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന മുദ്രാവാക്യം, വികസിത കേരളം, വികസിത നിലമ്പൂർ. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ NDA ഉയർത്തുന്ന മുദ്രാവാക്യം. പ്രിയപ്പെട്ടവരെ, ഈ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്ന, അധ്വാനിക്കുന്ന വർഗത്തിന്റെ താൽപര്യം സംരക്ഷിക്കുന്ന, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ഭരണമാറ്റം ഈ രാജ്യത്തുണ്ടാവണമെങ്കിൽ ഉണ്ടാവണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിന് നമുക്ക് തുടക്കം കുറിക്കണം. പ്രിയപ്പെട്ടവരെ, ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിക്കുന്നത്. കേരളത്തിലെ മലയോര കർഷകരുടെ പ്രതിനിധിയായി കഴിഞ്ഞ 8-10-40 വർഷക്കാലമായി വിദ്യാർത്ഥി രംഗത്ത്, യുവജന രംഗത്ത് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഞങ്ങളോടൊപ്പം സഹപ്രവർത്തകനായി പ്രവർത്തിച്ച പ്രിയങ്കരനായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നിലമ്പൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ എന്തുകൊണ്ടും അർഹതയുള്ള ഒരു ചെറുപ്പക്കാരൻ, വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ, മറ്റ് സ്ഥാനാർത്ഥികളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥി. ഇന്ന് കേരളത്തിലെ കാർഷിക മേഖല വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കർഷകർക്ക് അവന്റെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. വന്യമൃഗങ്ങളുടെ ശല്യം, കാട്ടാനയുടെ ശല്യം മൂലം ഈ സംസ്ഥാനത്ത് എത്രയോ ആളുകൾ അനുദിനം മരണപ്പെടുന്ന വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാർഷിക മേഖലയുടെ, മലയോര മേഖലയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭ്യമാവാൻ, കർഷകർക്ക് ഈ രാജ്യത്ത് സ്വൈര്യമായി ജീവിക്കുന്നതിന് വേണ്ടി തീർച്ചയായും അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടാൽ അത് സാധ്യമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായിട്ട് ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. ഏതാനും മാസങ്ങൾക്കകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 2026 കേരളത്തിലെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു PV അൻവർ എന്ന് പറയുന്ന ഒരു MLA, അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം കാരണം അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹവും മത്സരിക്കുക, എന്തിനു വേണ്ടി മത്സരിക്കുന്നു എന്നാൽ പിന്നെ രാജിവെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹവും വീണ്ടും വോട്ട് ചോദിച്ചുകൊണ്ട് ഇവിടെ വരികയാണ്. അപ്പൊ ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് മുന്നണിക്കെതിരെ അതിശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയായി മാറിയിരിക്കുന്ന കഴിഞ്ഞ കുറെ കാലത്തെ പ്രവർത്തനം കൊണ്ട് ദേശീയ തലത്തിൽ നരേന്ദ്രമോദി നടത്തുന്ന ഭരണത്തിന്റെ പിന്തുടർച്ച നമ്മുടെ ഈ സംസ്ഥാനത്ത് ഉണ്ടാവണം. കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായ ഒരു ഗവൺമെന്റ് നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ടാവണം. അതിന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി നിങ്ങളൊക്കെ വിധി എഴുതണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒഡീസയിലെ നിന്നുള്ള 2 വൈദികരെ കാണാനിടയായി. അവരെ മഞ്ഞുമ്മൽ കോൺഗ്രിഗേഷനിലെ സെന്റ് ജോസഫ് ആശുപത്രിയിൽ അവിടെ ഏതോ ഒരു അക്രമമുണ്ടായതിന്റെ പേരിൽ ഇവിടെ വന്ന് ചികിത്സയ്ക്കായിട്ട് വന്നതാണ്. നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ KC വേണുഗോപാൽ അടക്കവും എറണാകുളത്തിന്റെ MP അടക്കമുള്ള കോൺഗ്രസിന്റെ ഒട്ടനവധി നേതാക്കൾ ആ ഫാദർ സിവിൽ ആന്റണി എന്ന് പറയുന്ന വൈദികനെ കാണാൻ ആ ആശുപത്രിയിൽ ചെന്നിരുന്നു. ആശുപത്രിയിൽ ചെന്ന് അതിനുശേഷം അവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞത്, ഇവിടെ ഒഡീസയിൽ ക്രൈസ്തവർക്കെതിരെ സംഘപരിവാറിന്റെ സംഘടിതമായ ആക്രമണം നടക്കുന്നു. ഞങ്ങൾ ഇത് കണ്ടുകഴിഞ്ഞ് പിറ്റേ ദിവസം കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്സിന്റെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ജോർജ് സെബാസ്റ്റ്യനും ഞാനും ഒക്കെ കൂടി ഈ വൈദികനെ കാണുന്നതിന് അവിടെ ചെല്ലുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ,
ഈ UDF-ന്റെ നേതാക്കന്മാർ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ആ വൈദികൻ വളരെ വ്യക്തമായി ഞങ്ങളോട് പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പ് എന്റെ ഫോണിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മൾ ഏറെ നേരം കാത്തിരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയും മോഹൻ ജോർജും അദ്ദേഹത്തോടൊപ്പം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിത ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജും പ്രശസ്ത സിനിമാ താരവും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി വിത ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇരു കൈകളും മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഭാരത് മാതാ കീ എന്ന് വിളിച്ചുകൊണ്ടും ഹർഷാരവങ്ങൾ മുഴക്കിക്കൊണ്ടും അവരെ സ്വീകരിക്കണമെന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്. ഇന്ന് ജൂൺ 5. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. നിലമ്പൂരിന്റെ മണ്ണിൽ ഈ സമ്മേളന നഗരിയിൽ നമ്മുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജും കേന്ദ്രമന്ത്രി ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയും തേന്മാവിൻ തൈ നട്ടുകൊണ്ട് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഈ സമ്മേളന നഗരിയിൽ തേന്മാവിൻ തൈ നട്ടുകൊണ്ട് നമ്മുടെ കേന്ദ്രമന്ത്രിയും സ്ഥാനാർത്ഥിയും തേന്മാവ് നട്ടുകൊണ്ട് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങളുടെ നാടിൻ പൊന്നാമനയെ, കേരള നാടിൻ ഒറ്റക്കൊമ്പന്, കേരള നാടിൻ ഒറ്റക്കും ആയിരം 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 ജയ് 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 ബിജെപി, ജയ് ബിജെപി, जय जय बोलो सुरेश गोपी, जय जय बोलो मोहन जॉर्ज. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജും പ്രശസ്ത സിനിമാ താരവും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപിയും ലോക പരിസ്ഥിതി ദിനത്തിൽ തേന്മാവിൻ തൈ നട്ടുകൊണ്ട് ഈ സമ്മേളന നഗരിയിൽ തേന്മാവിൻ തൈ നട്ടുകൊണ്ടിതാ പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ്. നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കേന്ദ്രമന്ത്രിയും ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഈ നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജും ഈ സമ്മേളന വേദിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ നിലമ്പൂരിന്റെ പൊതുമണ്ഡലത്തിൽ ചിരപരിചിത മുഖം, മണ്ണിനോടും മലയോടും വന്യമൃഗങ്ങളോടും മല്ലടിച്ച് മണ്ണിൽ പൊന്നു വിളയിക്കുന്ന മലയോര കർഷകരുടെ പ്രതിനിധി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. അദ്ദേഹം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൊട്ടുപിന്നാലെയായി കടന്നു വരികയാണ്. എല്ലാ പ്രവർത്തകരും ഹർഷാരവത്തോടും മുദ്രാവാക്യം വിളിയോടും കൂടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആനയിക്കണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ വിശിഷ്ടാതിഥികൾക്കുള്ള ഈ വേദിയിലേക്ക് കടന്നു വരുവാനുള്ള വഴി നല്ലവരായ പ്രവർത്തകർ ഒരുക്കി കൊടുക്കണമെന്ന് അറിയിക്കുന്നു. ഈ വേദിയിലേക്ക് കടന്നു വരുവാനുള്ള വഴി നമ്മുടെ പ്രമുഖ വ്യക്തികൾക്ക് ഈ വേദിയിലേക്ക് കടന്നു വരുവാനുള്ള വഴി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.
നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജും പ്രശസ്ത സിനിമാ താരവും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി വിത ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. എല്ലാവരും മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. जय बोलो भारत माता की, जय बोलो भारत माता की, जय जय एनडीए, जय जय बीजेपी, आगतम सुस्वागतम, सुरेश गोपी की स्वागतम, आगतम सुस्वागतम, मोहन जॉर्ज स्वागतम, जय बोलो भारत माता की। बोलो भारत माता की, बोलो भारत माता की. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മുടെ ബഹുമാനരായിട്ടുള്ള കേന്ദ്രമന്ത്രി, നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജുമായി ഇതാ ഇവിടെ കൂടിയിരിക്കുന്ന ആയിരങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്. ബോലോ ഭാരത് മാതാ കേ, ജയ് ജയ് ബിജെപി, ജയ് ജയ് എൻഡിഎ, ജയ് ജയ് മോഹൻ ജോർജ്, ജയ് ജയ് എൻഡിഎ. പ്രിയപ്പെട്ടവരെ, 2024 ജൂൺ 5 ഇന്നേ ദിവസം ഇതേ സമയത്താണ് തൃശൂരിൽ നിന്ന് ജയിച്ച MP ശ്രീ സുരേഷ് ഗോപി തൃശൂരിന്റെ മണ്ണിൽ 10,000ങ്ങളെ അഭിസംബോധന ചെയ്ത സുദിനമാണ്. ഇതാ ഇന്ന് ഈ ജൂൺ 5 ഒരു വർഷം പിന്നിടുകയാണ്. നിലമ്പൂരിന്റെ നിവാസികൾക്ക് അദ്ദേഹത്തിന്റെ MP-ആയി അവരോധിക്കപ്പെട്ടതിന്റെ 1ാം വാർഷികം ഈ മോഹൻ ജോർജ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വെച്ച് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ സാധിച്ചത് മഹാഭാഗ്യമായി കരുതുന്നു, മഹാഭാഗ്യമായി കരുതുന്നു. അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. സുരേഷ് ഗോപിക്ക് അഭിവാദ്യങ്ങൾ. ഈ വേദിക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രവർത്തകന്മാർ തൊട്ട് പുറകുള്ള ആളുകൾക്ക് ഈ വേദിയിലേക്ക് കാണുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ശിവസേന സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പേരൂർക്കട ഹരികുമാർ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ അധ്യക്ഷൻ ശ്രീ ഗിരീഷ് മേക്കാട്, ഇന്നിവിടെ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവർകൾ, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജ്, അതുപോലെ തന്നെ ബിജെപിയുടെയും എൻഡിഎയുടെയും പ്രമുഖ നേതാക്കളായിട്ടുള്ള ശ്രീ PK കൃഷ്ണദാസ് ജി, ശ്രീ അബ്ദുള്ളക്കുട്ടി അവർകൾ, മറ്റ് എൻഡിഎയുടെ ഘടകകക്ഷി നേതാക്കന്മാർ, വേദിയിലും സദസ്സിലുമുള്ള എൻഡിഎയുടെ പ്രിയങ്കരനായിട്ടുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ,
നിലമ്പൂരിലെ സമ്മതിദായകരെ. അപ്പോ ഈ തിരഞ്ഞെടുപ്പ് ഇപ്പൊ നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കുറച്ച് വൈകി. അപ്പോ ആ ഒരു ഘട്ടത്തിൽ നിരവധി ആളുകൾ ഓരോ നേതാക്കളെയും ബിജെപിയുടെയും ഘടകകക്ഷി നേതാക്കളെല്ലാം വിളിച്ച് ചോദിക്കും, ഞങ്ങൾ ആർക്കു വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത്? ബിജെപിയുടെ എൻഡിയുടെ സ്ഥാനാർത്ഥിയില്ലെങ്കിൽ ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 12,000-വും 14,000 വോട്ടൊക്കെ നമുക്ക് നേരത്തെ കിട്ടി. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് ഈ മോഹൻ ജോർജിന് വേണ്ടി മാത്രമല്ല, നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഈ കേരളം കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് നരേന്ദ്രമോദിജിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. ഈ രാജ്യത്തിന്റെ ഈ സഹോദരിമാരുടെ സിന്ദൂരമണിയിച്ച നരേന്ദ്രമോദിജിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് ഇന്ന് കേരളത്തിലെ ഈ നിലമ്പൂരിലെ സമ്മതിദായകർ. അപ്പൊ ഇന്ന് ഇവിടുത്തെ ഈ ഉദ്ഘാടനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആരാണ്? നമ്മളെല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി. നമ്മളെല്ലാവരും നെഞ്ചോട് ചേർത്ത് പറയും, സുരേഷ് ഏട്ടനെന്ന് നമ്മൾ വിളിക്കും. ശ്രീ സുരേഷ് ഗോപി അദ്ദേഹമാണ് ഇന്ന് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. എന്താണ് അദ്ദേഹം നൽകുന്ന സന്ദേശം? അപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് മത്സരിച്ചപ്പോൾ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ഒറ്റക്കെട്ടായി വർഗീയത പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ആ കേരളത്തിൽ ആദ്യമായി ലോക്സഭയിൽ താമര വിരിയിച്ച, അസംബ്ലിയിലല്ല ലോകസഭയിൽ താമര വിരിയിച്ച ശ്രീ സുരേഷ് ഗോപിയാണ് ഇന്ന് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. എന്താണ് ഈ മലയോര മേഖല, അതുപോലെ തന്നെ തൃശ്ശൂരിനും പ്രത്യേകതയുണ്ട്. അവിടെ എല്ലാ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ജാതി വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുചേരുന്ന ആ പ്രദേശത്ത് നിന്ന് പാർലമെന്റിൽ നിന്ന് നമുക്ക് വിജയിക്കാൻ സാധിക്കുമെങ്കിൽ, എൻഡിഎക്ക് വിജയിക്കാൻ സാധിക്കുമെങ്കിൽ, കേരളത്തിലെ ഞാൻ ഇന്നിപ്പോ രാവിലെ ഈ നിലമ്പൂരാണ് ഈ രാജറാണി എക്സ്പ്രസിൽ വന്നിറങ്ങിയത്. അപ്പൊ നോക്കിയപ്പോ എന്താണ്, നിലമ്പൂർ ഈ ട്രെയിന് അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് സമാപിക്കുകയാണ്. അപ്പൊ കുറെ വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇത് മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇതാ നിലമ്പൂർ നഞ്ചങ്കോട് പാത. പക്ഷേ ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും അതിനെല്ലാം എന്താണ്, അതിനെ ഏത് വിധേനയും അതിനെ തടയാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി ഈ പാതയെ ഇവിടുന്ന് നീക്കിക്കൊണ്ട് തലശ്ശേരി മൈസൂർ പാതയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റേതായ ശ്രമം നടത്തുന്നു. കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ തടസ്സം നിൽക്കുന്നു. അപ്പൊ എന്താണ്, വികസനം നിലമ്പൂരിൽ വഴിമുട്ടി നിൽക്കുകയാണ്. ആ വഴിമുട്ടി നിൽക്കുന്ന വികസനം അത് തുറക്കുന്ന ആ ഒരു പാതയാകുന്ന നഞ്ചങ്കോടേക്ക് അല്ലെങ്കിൽ ദേശീയതയിലേക്കുള്ള പാതയാകട്ടെ നമ്മുടെ നിലമ്പൂർ തിരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ഈ പാർലമെന്റ്, ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരേണ്ടത് വികസനം ആവശ്യപ്പെടുന്ന, വികസനം ആഗ്രഹിക്കുന്ന ഓരോ കേരളീയന്റെയും ഒരു കടമയാണ്. അദ്ദേഹത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് എൻഡിഎക്ക് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ചേർന്ന് നിൽക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദുസ്ഥാൻ. അടുത്തതായി സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് വി രാജേന്ദ്രൻ അവരെ സവിനയം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ BDJSന്റെ ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട്, ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി, അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജ്, BJPയുടെ ദേശീയ നേതാക്കളായിട്ടുള്ള ശ്രീ PK കൃഷ്ണദാസ്, PK അബ്ദുള്ളക്കുട്ടി അടക്കമുള്ള മറ്റ് BJP നേതാക്കന്മാരെ, NDAയുടെ സംസ്ഥാന നേതാക്കന്മാരെ, മറ്റു നേതാക്കളെ, പ്രിയമുള്ള സഹോദരന്മാരെ, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന മെയ്യില്
പൊതുവായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുന്നതിന് പകരം പിണറായിയുടെ രാഷ്ട്രീയ ദാർഢ്യത്തിന് അകമ്പടിയെ ഏൽപ്പിച്ചുകൊണ്ട് അൻവർ രാജിവെച്ചിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ ജനങ്ങളെ അടിച്ചേൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെയും UDF സ്ഥാനാർത്ഥിയെയും അമ്പയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മോദിജി നൽകുന്ന വികസനത്തോടൊപ്പം ഈ കേരളത്തിലും അതോടൊപ്പം തന്നെ നിലമ്പൂരും വികസനം നടത്തുന്നതിന് വേണ്ടി ഐക്യ കേരളത്തില് തിരുവിതാംകൂറിൽ നിന്ന് വന്ന കർഷകരും നിലമ്പൂർ കോവിലകത്തെ കുടുംബത്തെ അടിമപ്പണി ചെയ്തിട്ടുള്ള ആൾക്കാരും ചേർന്ന് ഉഴുതുമറിച്ചിട്ട നിലമ്പൂരിൽ ആ നിലമ്പൂരിനെ സമ്പന്നമാക്കിയ നിലമ്പൂർ കാർഷിക വൃത്തിയിലൂടെ സമ്പന്നമാക്കിയ നിലമ്പൂരിനെ വികസനത്തിന്റെ ദേശീയ വികസനത്തോടൊപ്പം മോദിയോടൊപ്പം എത്തിച്ചതിന് വേണ്ടിയിട്ടുള്ള പടപാടിൽ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജിന് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉച്ചരിക്കുന്നു. അടുത്തതായി കേരള കാമരാജ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സന്തോഷ് കാളിയത്തിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും സുരേഷ് ജിയുടെ വാക്കുകൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയുടെയും വാക്കുകൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി മോഹൻ ജോർജിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് നന്ദി നമസ്കാരം ചെയ്യുന്നു. അടുത്തതായി LJP സംസ്ഥാന അധ്യക്ഷൻ PH രാമചന്ദ്രൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആരാധ്യനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഗിരീഷ് മേക്കാട് അവർ ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനിവിടെ എത്തിയിട്ടുള്ള ഏറെ പ്രിയങ്കരനായ നമ്മുടെ സുരേഷ് ഗോപി ചേർന്ന അവർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന NDAയുടെ ഘടകകക്ഷികളുടെയും BJPയുടെയും നേതാക്കന്മാരെ ഇന്നിവിടെ ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എന്റെ നമസ്കാരം. വളരെ സമഗ്രമായി കാര്യങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞ ഈ അവസരത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. ആസന്നമായിരിക്കുന്ന ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഇതിനെ കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പായി മാത്രം കാണാതെ കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ കേരളം ഭരിച്ച് ഇതിനെ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുന്ന ഭരണവർഗത്തിനും അതിനു മുൻപായി ഇവിടെ ഭരിച്ചിരുന്ന മാറി ഭരിച്ചിരുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമുള്ള മറുപടിയായിരിക്കണം ഇവിടെ നിന്നുള്ള സമ്മതിദാനം. നമ്മുടെ കേരളം എങ്ങോട്ടാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരു നിമിഷം ആലോചിക്കണം. കേരളം ഇന്ന് നമ്പർ 1 എന്ന് ഇവർ അവകാശപ്പെടുമ്പോൾ എന്തിലൊക്കെയാണ് നമ്പർ 1 എന്ന് നമ്മളൊന്ന് കാണണം. വിലക്കയറ്റത്തിൽ നാം ഒന്നാമതാണ്. മയക്കുമരുന്ന് ലോബിയുടെ മുമ്പിൽ നമ്മൾ ഒന്നാമതാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ നമ്മൾ ഒന്നാമതാണ്. സ്ത്രീകളുടെയും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ നമ്മൾ ഒന്നാമതാണ്. വിദ്യാഭ്യാസം നശിച്ചുപോയ സംസ്കാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസം താഴേക്ക് വളരുന്നതിൽ നമ്മൾ ഒന്നാമതായിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ ശ്രീമൻ നരേന്ദ്രമോദി വിഭാവന ചെയ്ത വികസിത ഭാരതം അതിൽ നമ്മളും കണ്ണികളാകണമെങ്കിൽ തീർച്ചയായും ഇവിടെ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി മോഹൻ ജോർജിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. അടുത്തതായി നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ നേതാവ് ശ്രീ KT തോമസ് അവരെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷനും എന്റെ സുഹൃത്തുമായ ശ്രീ ഗിരീഷ് മേക്കാട്, കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി, നമ്മളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജ്, BJPയുടെ ദേശീയ നേതാക്കളായ ശ്രീ PK കൃഷ്ണദാസ്, അബ്ദുള്ളക്കുട്ടി, മറ്റു നേതാക്കന്മാര് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ പ്രിയങ്കരനായ കേന്ദ്രമന്ത്രിയും നേതാവുമായ ശ്രീ സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിനായാണ്. അദ്ദേഹം തീർച്ചയായും ഈ യോഗം, ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നാം എന്തിനു വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് വ്യക്തമായും ശക്തമായും നമ്മളോട് പറയും. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഈ നിലമ്പൂരുകാരൻ എന്ന നിലയിലും നാഷണൽ പീപ്പിൾസ് പാർട്ടി, ദേശീയ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷി കൂടിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിലും
ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇവിടെ എല്ലാ മുന്നണികളും, ഇടത് വലത് മുന്നണികൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം വികസനമാണ്. നമ്മളും വെക്കുന്ന മുദ്രാവാക്യം വികസനമാണ്. എങ്കിൽ പിന്നെ എന്താ ഒരു വ്യത്യാസം? ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറയുന്നത് വികസനത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി ഒരു വോട്ട് അദ്ദേഹത്തിന് കൊടുക്കണമെന്നാണ്. 2016 ഇന്ന് നമ്മൾക്ക് തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ച ആദ്യമായി MLA ആയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇവിടെ നിലമ്പൂരിന്റെ ബൈപ്പാസ് വളരെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഒരുപക്ഷെ നമ്മളെല്ലാവരും ആ ബൈപ്പാസിൽ കൂടെ തന്നെയായിരിക്കും വന്നിട്ടുണ്ടാകുക. നിലമ്പൂരുകാർക്കറിയാം ഇന്നും ആ ബൈപ്പാസിന്റെ സ്ഥിതി എന്താണെന്ന്. 9 വർഷമായി ആ ബൈപ്പാസ് തുടങ്ങിയെടുത്ത് തന്നെയുണ്ട്. ആ തുടർച്ചയാണോ ഇടതുപക്ഷ മുന്നണി ഇന്നും മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതാണ് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. മറ്റൊന്ന് നമുക്കറിയാം, നമ്മുടെ തൊട്ട പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കുടുംബം ഒരു മൃതസംസ്കാരം നടത്തുകയുണ്ടായി. സോറി, എനിക്ക് ചെറിയ ചുമയുണ്ട്. കടുവ ഭക്ഷിച്ച ഒരു പാതി മനുഷ്യന്റെ മൃതശരീരമായിരുന്നു അവിടെ സംസ്കരിക്കപ്പെട്ടത്. എത്രമാത്രം ദുഃഖകരമാണ് ഈ നൂറ്റാണ്ടിലും ഇത്തരമൊരു അവസ്ഥയെ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നുള്ളത്. എന്നാൽ അതിനേക്കാളും ദുഃഖകരമായി തോന്നിയത് ആ ഒരു വിഷയത്തിന് ശേഷം നമ്മളുടെ വനവകുപ്പ് മന്ത്രി ആ വിഷയത്തോട് പ്രതികരിച്ച രീതിയാണ്. ഒരുപക്ഷെ നാം ചിന്തിക്കുന്നുണ്ടാവും, ആ കടുവ പോലും ഈ വനം വകുപ്പ് മന്ത്രിയേക്കാൾ എത്രയോ കരുണയുള്ളവനാണെന്ന്. ഇത്തരം ഒരു മന്ത്രിസഭയാണോ നമുക്ക് വേണ്ടത്? UDF-ലേക്ക് ഞാൻ കടക്കുന്നില്ല. 35 വർഷത്തെ പാരമ്പര്യമാണ് UDF സ്ഥാനാർത്ഥി അവകാശപ്പെടുന്നത്. ഇതെന്താ കുടുംബസ്വത്ത്? പാരമ്പര്യത്തിന്റെ പേരിൽ ഒരാൾക്ക് വീണ്ടും വീണ്ടും ഇത് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് UDF-ന്റെ 35 വർഷത്തെ പാരമ്പര്യവും LDF-ന്റെ 9 വർഷത്തെ പാരമ്പര്യവും മൊത്തം കൂട്ടിച്ചേർത്ത് 44 വർഷമായിട്ടും അവര് പറയുന്നു ഇനിയും വികസനമെന്ന്. ഈ കഴിഞ്ഞ 44 വർഷമായി നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത എന്ത് വികസനമാണ് നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? അതുകൂടി വ്യക്തമാക്കണമെന്നാണ് എനിക്ക് ഇരു മുന്നണികളെയും സ്ഥാനാർത്ഥികളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. മറുവശത്ത് NDA മുന്നോട്ട് വെക്കുന്ന ഒരു വികസനമുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിനപ്പുറത്തേക്ക് ഓരോ സംസ്ഥാനങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഭൗതിക സാഹചര്യത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിലായാലും സാമൂഹ്യ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള വികസനത്തിന്റെ കാര്യത്തിലായാലും ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വികസനത്തെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് നമുക്കത് ദൃശ്യമാണ്. വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലാത്ത ഒരു വികസനമാണ് അതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരം ഒരു വികസനത്തിന് നാന്ദി കുറിക്കുവാൻ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇരു മുന്നണികളെയും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഉറക്കെ പറയുവാനുള്ള ഒരു അവസരമാണ് നമ്മളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ആ ഒരു അവസരത്തിന് വേണ്ടി നമ്മളുടെ ഓരോ വോട്ടും നാം വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രിയങ്കരനായ സുഹൃത്തും NDAയുടെ സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് ശ്രീ മോഹൻ ജോർജിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. വേദിയിലും സദസ്സിലും ഉപസ്ഥരായിട്ടുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സ്ഥാപക യോഹന്നാൻ പറയുകയുണ്ടായി, എനിക്ക് ശേഷം വരുന്നവന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അതുപോലെയാണ് ഇപ്പൊ എന്റെ അവസ്ഥ. നിങ്ങളെല്ലാവരും ഇവിടെ സുരേഷ് ചേട്ടന്റെ വെടിക്കെട്ട് കേൾക്കാൻ കാത്തിരിക്കുമ്പോ അതിനു മുമ്പ് ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ കൈയടിക്കാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എന്നെ വിനീതമായി എനിക്ക് കൈയടിച്ച് ചെറിയ പ്രോത്സാഹനങ്ങൾ തരണം എന്ന് ഇതേപോലെ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത്.
ഇന്ന് നിലമ്പൂരിന്റെ മണ്ണിലൂടെ സഞ്ചരിച്ചപ്പോ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോസ്റ്ററുകളാണ്. ഇവിടെ എനിക്ക് മുമ്പ് പ്രാസംഗിച്ച അദ്ദേഹം സൂചിപ്പിച്ചു, അവരുടെ മുദ്രാവാക്യം വികസനം തുടരും എന്നുള്ളതാണ്. ഒരുപക്ഷെ നിലമ്പൂരിനെ കുറിച്ച് അറിയാൻ മേലാത്ത ഈ നാട്ടിലേക്ക് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി വരുന്നിരിക്കുന്നവർക്ക് ആ മുദ്രാവാക്യത്തിൽ വലിയ കുഴപ്പമൊന്നും തോന്നില്ല. പക്ഷേ കഴിഞ്ഞ 9 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചിരുന്ന നിലമ്പൂരിന്റെ മണ്ണിൽ നടന്നിട്ടുള്ള വികസനങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള നിലമ്പൂരിന്റെ ജനതയ്ക്ക് അത് കളിയാക്കുന്നതായേ തോന്നൂ എന്ന് എനിക്ക് തോന്നി. അതിനേക്കാൾ തമാശ കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പോസ്റ്ററിന്റെ പരസ്യമായിരുന്നു. ഇനി നിലമ്പൂർ തിളങ്ങും. അതെനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നിയത്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ പിതാവ് 35 വർഷം നോക്കിയിട്ട് തിളക്കാൻ കഴിയാത്ത നിലമ്പൂരിനെ വരാൻ പോകുന്ന 6 മാസത്തോളം കൊണ്ട് ഈ സൗഖ്യത്തെ എങ്ങനെ തിളക്കും എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. 35 കൊല്ലം നിലമ്പൂരിന്റെ ജനത അദ്ദേഹത്തിന് ഈ അനുഭവം കൊടുത്തതാണ്. എന്തിന്? 2021 UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ പ്രകാശേട്ടൻ ഇവിടെ നല്ലൊരു ആശുപത്രി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മരിക്കില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു നല്ല ചികിത്സ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അദ്ദേഹം പ്രകാശേട്ടനെയും ഈ മണ്ണിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ BJP NDA ഉയർത്തുന്ന മുദ്രാവാക്യം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്, ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിജി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഒരു ഇലക്ഷൻ കൺവെൻഷൻ മാത്രമല്ല, ജനിച്ച മണ്ണിൽ ജീവിക്കുവാനായി മലയോര കർഷകരുടെ പോരാട്ടത്തിന്റെ ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ നിലമ്പൂരിന്റെ മണ്ണിൽ 8 പേര് വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. എന്തു ചെയ്യുന്നു പിണറായി? നിങ്ങൾ 5 ലക്ഷം രൂപ കൊണ്ട് നഷ്ടപരിഹാരമായി കൊടുക്കും. ജീവന്റെ വിലയാണ്. നിങ്ങൾക്കറിയോ, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 10 ലക്ഷം രൂപ, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള 4 ലക്ഷം രൂപ, സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 10 ലക്ഷം രൂപ. കേന്ദ്ര സർക്കാർ പണം പ്രഖ്യാപിച്ച പിന്നെ സംസ്ഥാന സർക്കാർ അതങ്ങ് വെട്ടി. ഇപ്പൊ ആകെ കൊടുക്കുന്നത് 10 ലക്ഷം രൂപയാണ്. അവർക്കറിയാം, ആദ്യം ഒരു ബഹളമുണ്ടാകും, പ്രക്ഷോഭങ്ങൾ നടക്കും, രാഷ്ട്രീയ നേതാക്കൾ വരും, ഒരു പ്രകടനമൊക്കെ നടക്കും. 3ാമത്തെ ദിവസം ആ പ്രക്ഷോഭം അവിടെ അവസാനിക്കുമെന്ന് അവർക്കറിയാം. ഇവിടെ നമുക്കറിയാം, വലിയ രീതിയിലുള്ള റബ്ബർ കാർഷിക മേഖലയാണ് നിലമ്പൂർ. നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറുന്ന സഖാക്കളോട് നിങ്ങൾ ചോദിക്കാൻ തയ്യാറാകണം, 2016ലും 2021ലും റബ്ബറിന് 250 രൂപ തരാമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്ത് വാഗ്ദാനം നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ വോട്ട് മേടിച്ചുകൊണ്ട് പോയത്. 9ാമത്തെ വർഷം ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന്റെ 9ാം വർഷം ആഘോഷിക്കുകയാണ്. ആഘോഷിക്കുമ്പോ എന്തേ ഞങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ല? അടിമകളാണോ നമ്മൾ? ഇവിടെ ഗോകുൽ സൂചിപ്പിച്ചു, എത്ര ചെറുപ്പക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ നാട്ടിൽ ചെറുപ്പക്കാരെ കാണാനില്ല. എവിടെ പോയി? ഈ നാട് വിട്ട് പലായനം ചെയ്യുന്നു. ഈ നാടിനെ പട്ടിണി മാറ്റാൻ വേണ്ടി ഈ നാട്ടിലേക്ക് കുടിയേറ്റപ്പെട്ട ഒരു ജനത ഇവിടെയുണ്ട്. ആ ജനതയ്ക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയണം. നമ്മളെ സംബന്ധിച്ച് ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും നൽകുന്ന ഒരു വലിയ മുദ്രാവാക്യമുണ്ട്, സബ്കാ സാത്ത് സബ്കാ വികാസ്. എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാവരുടെയും വികസനം ലക്ഷ്യമാക്കി കൊണ്ടുപോകുന്ന NDA. ഇവിടെ നമുക്കെതിരെ പറയുന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്താണ്? വർഗീയ പാർട്ടിയാണ്, നമ്മൾ മുസ്ലിം വിരോധികളാണ്, നമ്മൾ ന്യൂനപക്ഷ വിരോധികളാണ്. അല്ലേ? നമുക്കെതിരെ വരുന്ന ഏറ്റവും വലിയ ആക്ഷേപമാണ്. നരേന്ദ്രമോദി സർക്കാർ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചീത്തവിളി കേട്ടിട്ടുള്ള ഓരോ നിയമവും നിങ്ങൾ എടുത്ത് പരിശോധിക്കൂ. അത് നിർമ്മിച്ചിട്ടുള്ളത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ്. ഇവിടെ ദേശീയ പൗരത്വ നിയമം വന്നു, അല്ലേ? ഞാനുൾപ്പെടെ, ഞാനൊന്ന് BJPയുടെ ഭാഗമല്ല, ഞാനുൾപ്പെടെ കിടന്നു തുള്ളി. എന്താ? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും ഇവിടുത്തെ മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്ത് നിന്നും മാറ്റിപ്പായിക്കുവാൻ ഗുജറാത്തിൽ നിന്നും വന്ന ഒരു കിരാതനായ വർഗീയവാദി നരേന്ദ്രമോദി
ഈ രാജ്യത്ത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാൻ ഉണ്ടാക്കിയ നിയമമാണെന്ന് പറഞ്ഞു നടന്ന കോൺഗ്രസുകാരാ ഈ രാജ്യത്ത് നിന്ന് ആ നിയമത്തിന് പേരിൽ പുറത്തുപോയ ആ നിയമത്തിന് പേരിൽ ഈ രാജ്യം വിടേണ്ടി വന്ന ഒരു മുസ്ലിമിനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? മാത്രമല്ല ഈ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ ആദ്യമായി പൗരത്വം ലഭിച്ചത് ഒരു മുസ്ലിം സഹോദരനാണ്. പിന്നെ ചീത്തവിളി കേട്ടു, എന്താ മുത്തലാഖ് നിരോധനം. വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടന്നു മുത്തലാഖ് നിരോധനത്തിന്റെ പേരിൽ. ഇതുപോലൊരു കാടൻ നിയമം സ്ത്രീകളെ പ്രസവിക്കുവാനുള്ള ഉപകരണങ്ങൾ മാത്രമായി ചിത്രീകരിക്കുന്ന ഒരു നിയമത്തെ അവർക്ക് അവകാശങ്ങൾ കൊടുക്കുവാൻ, അവരെ മനുഷ്യനായി കാണുവാൻ, അവർക്ക് തുല്യത കൊടുക്കുവാൻ വേണ്ടി നരേന്ദ്രമോദി സൃഷ്ടിച്ച മുത്തലാഖ് നിരോധന നിയമം, ആ നിരോധന നിയമത്തിനെതിരെ ഇവർ ലോകം മുഴുവൻ സമരം ചെയ്തു, പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. നിങ്ങൾ ആർക്കെതിരെയാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത്? നിങ്ങളുടെ അമ്മക്കെതിരെ, നിങ്ങളുടെ ഭാര്യക്കെതിരെ, നിങ്ങളുടെ മകൾക്കെതിരെ, നിങ്ങളുടെ പെങ്ങൾക്കെതിരെയാണ് നിങ്ങൾ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. ഇവിടുത്തെ വഖഫ് നിയമം വലിയ പ്രക്ഷോഭമായിരുന്നു ഇന്ത്യ വിട്ടക്ക്. ഇപ്പോഴും സംസ്ഥാന സർക്കാർ അവിടെ മുനമ്പത്തെ 610ഓളം വരുന്ന ജനതയ്ക്കെതിരെ ഇന്ന് സംസ്ഥാന സർക്കാർ അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. വഖഫ് ട്രിബ്യൂണലിന്റെ ഓർഡർ സ്റ്റേ ചെയ്യാൻ വേണ്ടി അപ്പീൽ കൊടുത്തിരിക്കുന്നു. വഖഫ് ഭേദഗതി നിയമം എന്തിനു വേണ്ടി ഈ പ്രകടനം ചോദിക്കണം. നിങ്ങളുടെ വീട്ടിലേക്ക് വരെ കടന്നു വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിന്റെ നേതാക്കളോട് നിങ്ങൾ ചോദിക്കണം. ഇവിടുത്തെ മെത്രാൻ സമിതി, ഭാരതീയ മെത്രാൻ സമിതി, ആ 610 കുടുംബങ്ങൾ ഈ രാജ്യത്തുള്ള മുഴുവൻ കോൺഗ്രസിന്റെയും CPM-ന്റെ ഉൾപ്പെടെ ജനപ്രതിനിധികളോട് കാലം വീണ് കേണില്ലേ? നിങ്ങൾ എതിർക്കരുത് വഖഫ് ഭേദഗതി നിയമത്തെ. ഇവിടുത്തെ മുഴുവൻ മെത്രാന്മാരും നിങ്ങളോട് നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടില്ലേ? പ്രസ്താവനയോട് ആവശ്യപ്പെട്ടില്ലേ വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കരുത് എന്ന്? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? എതിർക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് വോട്ട് ചെയ്തു. അവിടെ നിങ്ങൾ അന്ന് രാത്രി 2 മണി വരെ TV-യിൽ പാർലമെന്റ് കണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. ആ 2 മണിക്കും ഉറങ്ങാതിരുന്നു കൊണ്ട് നമ്മളിവിടെ നിന്ന് ജയിപ്പിച്ചുവിട്ട ജനപ്രതിനിധി ഈ സുരേഷ് ഗോപി ഈ നാടിന് കാവലായി നിന്നു. കേരളത്തിനും മുനമ്പത്തിനും കാവലായി കേരളത്തിന്റെ 2 എംപിമാർ ശ്രീ ജോർജ് കുര്യനും ശ്രീ സുരേഷ് ഗോപിയും രാപകലില്ലാതെ ആ വഖഫ് നിയമം പാസാക്കാൻ നമ്മുടെ മുമ്പിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് അവിടെ വന്നിരിക്കുന്നത്. എനിക്കത് പറയാതെ പോകാൻ കഴിയില്ല. അവിടെയും നമ്മൾ വർഗീയവാദികളാണ്. നമ്മൾ ചെയ്തതാണ് തെറ്റ്. ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം കൊടുത്തതാരാ? ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം കൊടുത്തത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം കൊടുത്തത് അതിന്റെ പത്രസമ്മേളനം വിളിച്ച് പാകിസ്ഥാനെതിരെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ നയതന്ത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ട്രാറ്റജി സ്വീകരിച്ചുകൊണ്ട് സോഫിയ ഖുറൈഷി രംഗത്ത് വന്നപ്പോൾ ഇവന്മാർക്ക് സഹിച്ചില്ല. ഇവന്മാർക്ക് അവിടെയും വർഗീയത. ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് അറിയേണ്ടത് ഇന്ത്യയുടെ എത്ര ഫ്ലൈറ്റ് പോയെന്ന. നാണമുണ്ടോ ഈ മനുഷ്യന്? കൈകൊണ്ടില്ല. നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും ഇവർ വോട്ട് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും കാലത്ത്. അടിമത്തം അവസാനിപ്പിക്കണം. കോൺഗ്രസ് എന്ന് കണ്ട് അങ്ങ് വോട്ട് ചെയ്യുക, CPM എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുക. എവിടെയായിരുന്നു ഈ സ്വരാജിനെ കൊണ്ട് കൊള്ളുകാരാത്തോണ്ടാണ് അൻവറിനെ മത്സരിപ്പിച്ചത്. അൻവർ ഇട്ടിട്ട് പോയപ്പോൾ വീണ്ടും പറയുന്നു ഞങ്ങൾ വികസനം തുടരുകയാണ്. എന്താണ് ഈ നാടിന്റെ അവസ്ഥ? എന്താണ് നാടിന്റെ അവസ്ഥ? എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മളെ സ്വയം ചിന്തിക്കുന്നത്. അപ്പോ ഞാൻ ഇനി ദീർഘിപ്പിച്ച പ്രശ്നമാണെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും എനിക്കിന്ന് വലിയൊരു തമാശയായിട്ട് തോന്നിയത്, ഈ ഞങ്ങളുടെ നാട്ടിലെ ജോസ് കെ മാണിയും ഈ ആര്യയുടെ ശബ്ദത്തും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അയാൾ എന്ത് കാണിച്ചാലും പാലായിലും ജയിക്കില്ല, ഇയാൾ എന്ത് കാണിച്ചാലും നിലമ്പൂരും ജയിക്കില്ല. ഞാനിത് കണ്ടപ്പോൾ ഇവർ തമ്മിലുള്ള കമ്പാരിസൺ ചെയ്തിരുന്നില്ല. 2 പ്രഗത്ഭരായ അപ്പന്മാരുടെ മക്കളാണ്. എന്നെ ആരും ചിന്തിക്കില്ല. 2 പ്രഗത്ഭരായ അപ്പന്മാരുടെ മക്കളാണ്. പക്ഷെ കോണം കിട്ടിയിട്ടില്ല. അതാണ് പ്രശ്നം. ഞാൻ ഒരു കാര്യം മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കോൺഗ്രസിനോടും ആവശ്യപ്പെടും. നിങ്ങൾ പാലസ്തീനോട് കാണിക്കുന്ന സ്നേഹം, നിങ്ങൾ ഗാസയോട് കാണിക്കുന്ന സ്നേഹം ഒന്നും കുഴപ്പമില്ല. യുദ്ധം നടക്കുന്നിടത്ത് കുട്ടികളും സ്ത്രീകളുമൊക്കെ മരിച്ചു വീഴുമ്പോ അത് കണ്ട് രസിക്കാൻ ഞങ്ങളും ക്രൂരന്മാരൊന്നുമല്ല, ഞങ്ങൾക്കും ദുഃഖമുണ്ട്. അത് ഇസ്രായേലാണെങ്കിലും പാലസ്തീനാണെങ്കിലും.
പക്ഷേ നിങ്ങൾ അവിടെ കാണിക്കുന്നതിന്റെ 10 സ്നേഹം നിങ്ങൾ മലയാളികളോട് കാണിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മതേതരത്വം വൺ സൈഡഡ് ആയി പോകരുത്. കാരണം എനിക്കറിയാം, നിങ്ങൾക്ക് അധികാരത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ 30% നടന്നു നീങ്ങുന്ന ഒരു മത ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടിയേ പറ്റൂ. പക്ഷെ അതിലും തീവ്രവാദികളല്ലാത്ത കുറച്ചുപേരുണ്ട്. തീവ്രവാദ ചിന്തയില്ലാതെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന കുറച്ചുപേർ ആ കൂടെയുണ്ട്. നിങ്ങളുടെ ഈ അമിതമായ പ്രീണനം അത് SDPയെയും ജമാഅത്തെ ഇസ്ലാമിയെയും പോലും പ്രീണിപ്പിച്ചുകൊണ്ട്, രാജ്യവിരുദ്ധ ശക്തികളെ പ്രീണിപ്പിച്ചുകൊണ്ട് എങ്ങനെയും അധികാരത്തിലെത്തണമെന്നുള്ള നിങ്ങളുടെ അധികാരക്കൊതി അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇത് നിങ്ങൾ ചെയ്യുന്ന ഈ രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി മാറും. ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ചരിത്രമായി മാറും. ഞങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഭാവിയായി മാറുന്നത്. നന്ദി, നമസ്കാരം. അടുത്തതായി മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അതിലുപരി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ കൂടെ മത്സരരംഗത്തുണ്ടായിരുന്ന ശ്രീമതി നവ്യ ഹരിദാസ്, അവരെ ആദരപൂർവ്വം. നിലമ്പൂര് ഇലക്ഷൻ കൺവെൻഷൻ അധ്യക്ഷൻ ശ്രീ ഗിരീഷ് മേക്കാട്ട്, ഉദ്ഘാടന കർമ്മത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി MP, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജ്, നിലമ്പൂരിലെ പ്രിയ സഹോദരങ്ങളെ, സാദര നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ യശസ് ഉയർത്തിക്കൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തില് ആദ്യമായിട്ടൊരു MP തൃശൂരിൽ നിന്ന് വിജയിപ്പിച്ചെടുത്ത് ഒരു പൊൻതാമര വിരിയിച്ചതിന്റെ വാർഷികാഘോഷത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ഈ ഒരു വാർഷികാഘോഷം നിലമ്പൂരിലെ സഹോദരങ്ങളോടൊപ്പം ഇവിടെ ആഘോഷിക്കാൻ സാധിച്ചതില് അതിയായ സന്തോഷം ഞങ്ങൾ ഇവിടെ പങ്കുവെക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ഇലക്ഷൻ കൺവെൻഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വിജയപ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഏവർക്കും നൽകുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലത്തില് 3ാമത്തെ തിരഞ്ഞെടുപ്പിനെയാണ് നേരിടുന്നത്. ഇവർക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ കയ്യിൽ നെയിൽ പോളിഷ് ഇടുന്നത് പോലെയാണ്. 3 മാസം കൂടുന്ന സമയത്ത് വീണ്ടും പോയി പുതുക്കി ഈ നെയിൽ പോളിഷ് ഇടുന്ന പ്രവണതയുമായിട്ടാണ് നിലമ്പൂരിന്റെ പോക്ക്. നമുക്കറിയാം, LDFും UDFും മാറി മാറി ഭരിച്ചുകൊണ്ട് കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന ഈ നിലമ്പൂരിൽ ജനതയുടെ ശാപമോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ ഒരു തിരഞ്ഞെടുപ്പുമായിട്ട് മുൻപോട്ട് വന്നിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിന് എല്ലാവരും കൈകോർത്തുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ചില മാധ്യമങ്ങളും നാടൊട്ടാകെയും പറഞ്ഞിരുന്നത് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം മത്സരത്തിനില്ല എന്നുള്ളതാണ്. ദേശീയ അധ്യക്ഷന്റെ വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ട് ഇവിടെ പ്രഖ്യാപനങ്ങൾ ഇറക്കുമ്പോ ഇവിടെയുള്ള സാധാരണക്കാര്, പ്രതിപക്ഷത്തിൽ അലങ്കരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷൻ എന്ന് കേൾക്കുമ്പോഴേക്കും അതിന്റെ കുപ്പായവും അണിഞ്ഞുകൊണ്ട് എല്ലാ വേദികളും കൈയടക്കിക്കൊണ്ട് പോകുന്നവരല്ല ഇവിടെയുള്ള നേതാക്കൾ. മറിച്ച് ഇവിടെ ഒരു സംഘടനാ സംവിധാനമുണ്ട്. ആ സംവിധാനം വന്നതിന് ശേഷം, അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമാണ് ഇവിടെയുള്ള നേതാക്കള്, ഇവിടെയുള്ള സ്ഥാനാർത്ഥികൾ കുപ്പായം അണിയുന്നത് എന്നുള്ളതാണ്. ഇവിടെ UDFന്റെയും LDFന്റെയും കഥ നമുക്കറിയാം. സ്ഥാനാർത്ഥി കുപ്പായം അണിയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ശത്രുത പോലും പുലർത്തിക്കൊണ്ടാണ് അവർ മുൻപോട്ട് പോയിട്ടുള്ളത്. നിരവധി സ്ഥാനാർത്ഥികളുടെ പേരാണ് ഉയർന്നു വന്നിരുന്നത്. നിരവധി ആളുകളാണ് അവർ സ്വയം സ്ഥാനാർത്ഥികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വന്നിട്ടുള്ളത്. അത്തരം വാക്കോറിൽ നിന്നും ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സ്ഥാനമില്ല. ഞങ്ങള് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഉചിതമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നുള്ളതിന്റെ തെളിവാണ് ശ്രീ മോഹൻ ജോർജ്. ഇന്നത്തെ ഇലക്ഷൻ കൺവെൻഷനിലൂടെ അദ്ദേഹത്തെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിലമ്പൂരിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരിചിതനാണ്. ഇവിടെയുള്ള കഴുത്ത് ഞെരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കൊപ്പമല്ല, വികസനത്തിന്റെ പാതയാണ് പിന്തുടരേണ്ടതെന്ന ഉത്തമ ബോധ്യമത്തിലൂടെയാണ് അദ്ദേഹം ഇന്നിവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് രംഗപ്രവേശം ചെയ്തിട്ടുള്ളത്. ഇവിടെ നിലമ്പൂരിൽ ഈ കൺവെൻഷനിൽ നിന്ന് നിങ്ങളോട് ഉറപ്പു നൽകുവാനുള്ളത് ഈ ഒരു കാര്യം മാത്രമാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന UDFന്റെയും LDFന്റെയും ഒപ്പമല്ല സാധാരണക്കാര്, മറിച്ച് വികസനത്തിന്റെ പാത പിന്തുടരുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പമാണ് ഇവിടെയുള്ള സാധാരണക്കാര് എന്നതിന്റെ തെളിവ് തന്നെയാണ് എനിക്ക് മുൻപേ പ്രസംഗിച്ച SFI നേതാവ് തിരുവനന്തപുരത്ത് വന്നിരിക്കുന്ന എന്റെ സഹോദരനും.
അദ്ദേഹം ഇവിടെ കുറേയേറെ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം ഇവിടെയുള്ള മാതാപിതാക്കളോടൊപ്പം അവരുടെ എത്ര യുവാക്കളായിട്ടുള്ള കുട്ടികള് രാത്രി ഭക്ഷണം കഴിക്കാറുണ്ട് എന്നുള്ളതാണ്. വീഡിയോ കോളിലൂടെയല്ലേ നിങ്ങൾ മക്കളെ കാണാറുള്ളത്? ഭക്ഷണം കഴിക്കുമ്പോ അങ്ങനെ ഒരു അവസരമല്ലേ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ എന്നുള്ള ചോദ്യമാണ്. പ്രിയപ്പെട്ട സഹോദരനോട് ഒന്നുകൂടി എനിക്ക് പറയുവാനുള്ളത്, അങ്ങനെ വീഡിയോ കോളിലൂടെ പോലും കാണാൻ സാധിക്കാതെ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ടുകൊണ്ട് വഴി തെറ്റി നടക്കുന്ന ഒരു യുവതലമുറയെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് കിട്ടാനില്ല. നല്ല രീതിയിൽ നടക്കുന്ന കുട്ടികളൊന്നും തന്നെ ഈ സംസ്ഥാനത്ത് തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ കുട്ടികൾ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ +2 കഴിയുന്ന അവസരത്തില് എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ ഇമാതിരി കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയി തങ്ങളുടെ കുട്ടികളും വഴിതെറ്റി പോകും എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയമുള്ളവരെ ഇവിടെ നിന്നും കുട്ടികളെ കടത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്ക്. വിദ്യാഭ്യാസ മേഖലയില് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് എന്ത് സംഭാവനയാണ് പിണറായി സർക്കാർ നൽകിയിട്ടുള്ളത്? LDFും UDFും മാറി മാറി ഭരിച്ചിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ഉന്നത നിലവാരം പുലർത്തുന്ന ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാത്തത് എന്ന് നമ്മൾ ചോദിക്കേണ്ടതാണ്. വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോ അവരുടെ മുഖത്ത് നോക്കി ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ മാത്രം ഈ വികസന മുരടിപ്പ് നിലനിൽക്കുന്നത് എന്നുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന്റെ പ്രകടന പത്രിക അടിക്കുന്നത് വളരെ എളുപ്പമാണ്. കാരണം 5 വർഷം മുൻപുണ്ടായിരുന്നതിന്റെ അതേ ഫോട്ടോ കോപ്പി അടുത്ത 5 വർഷം കഴിയുമ്പോൾ വീണ്ടും പ്രകടന പത്രികയിൽ ഉൾപ്പെടുന്നു. കാരണം വികസനം ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു വികസനവും നിലമ്പൂരിന്റെ പട്ടി കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഇലക്ഷനിലൂടെയും വ്യക്തമാകുന്നത്. കാരണം ഒരു റെയിൽപാത അത് അനന്തമായിട്ട് നീണ്ടുപോകുന്ന ഒരു കാഴ്ച, ദേശീയപാത മറ്റു പല ഭാഗങ്ങളിലും ത്വരിത വേഗതയിൽ ഈ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു പോകുമ്പോ ഈ നിലമ്പൂരിന്റെ ഭാഗത്തേക്ക് മാത്രം ഈ വികസനം എത്താത്തതിന്റെ ഉത്തരവാദികള് ഇവിടെ മാറി മാറി ഭരിച്ചിരിക്കുന്ന LDFും UDFും തന്നെയാണ് എന്ന് നമുക്കറിയാം. മറ്റു പല മേഖലകളിലും നമുക്കറിയാം എടുത്തു പറയാൻ ഒരു പുരോഗതി പോലും ഇല്ലാതെ നിലമ്പൂര് നിശ്ചലമായിരിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം കാരണം ഈ മലയോര പ്രദേശത്തെ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങള് ഇന്ന് ഇവിടെയുള്ള പത്രം എടുത്തു നോക്കിയപ്പോൾ അതിലും കണ്ടു. ഒരു കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി 3 യുവാക്കൾക്ക് പരിക്ക് പറ്റിയിട്ട് ആശുപത്രിയിൽ ചികിത്സയാണ്, അതിന്റെ ചിത്രത്തോടുകൂടി. അപ്പോ അത്തരത്തില് വന്യമൃഗങ്ങളുടെ ഉപദ്രവം കൂടുതലാണ് എന്ന് പറയുന്ന സമയത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കേന്ദ്രത്തിന്റെ അടുത്ത് പോയി എന്നൊരു പ്രസ്താവനയാണ് ഇവിടെയുള്ള നേതാക്കൾ നൽകാറ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വന്യമൃഗങ്ങളെ ഉപദ്രവത്തിൽ നിന്നും ഇവിടെയുള്ള കർഷകരെ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിയമങ്ങളും കേന്ദ്ര സർക്കാർ പാസാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ ചങ്കൂറ്റത്തോടെ അതിനുവേണ്ടി നിലനിൽക്കുന്ന ഒരു നട്ടലുള്ളൊരു ഭരണാധികാരി, ആ ഒരു നട്ടലുള്ള ഒരു MPയോ MLAയോ നമ്മുടെ പ്രദേശത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് നമ്മൾ മറ്റുള്ളവരോട് വിളിച്ചു പറയേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തില് നിലമ്പൂരിന്റെ വിഷയങ്ങളെല്ലാം പാടെ അവഗണിച്ചുകൊണ്ടാണ് LDF ആയാലും ശരി UDF ആയാലും ശരി മുൻപോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഉള്ളിൽപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ നിലമ്പൂര്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു MPയെ വിജയിപ്പിച്ചു വിട്ടു, ശ്രീമാൻ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് നോർത്ത് ഇന്ത്യയിൽ ഒരു സീറ്റ് ലഭിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇവിടെയുള്ള വയനാടൊന്നും എനിക്ക് വേണ്ട, ഞാൻ പോകുന്നു അങ്ങ് ഡൽഹി ഭാഗത്തേക്ക്. അങ്ങനെ ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തെ ഉപേക്ഷിച്ചു പോയി. പകരം ഇറക്കുമതി ചെയ്തത് മിസസ് പ്രിയങ്ക വദ്ര. ഇലക്ഷന് ശേഷം അല്ലെങ്കിൽ അവർ വിജയിച്ചതിന് ശേഷം അവരെ കാണി കാണുവാൻ പോലും നമുക്ക് ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെക്കുവാനോ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാനോ ഇവിടെ നിന്ന് വിജയിപ്പിച്ചു പോയിട്ടുള്ള ശ്രീമതി പ്രിയങ്ക വദ്രയെ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇവിടെ നിലമ്പൂരിന്റെ ജനത വിജയിപ്പിച്ചു വിട്ടു ഒരു MLAയെ. അദ്ദേഹത്തിന് ഏതാ പാർട്ടി എന്ന് പോലും അറിയില്ല എന്നാ പറയുന്നത്. ഓടി നടന്ന് ഓരോ പാർട്ടിയിൽ പോയി നോക്കുകയാണ്, ചിഹ്നം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് അദ്ദേഹം. അപ്പൊ പാർട്ടിയുടെ ചിഹ്നമൊന്നും കിട്ടിയില്ല. ഒടുവിൽ എന്തെങ്കിലും ഒരു ചിഹ്നത്തിൽ മത്സരിക്കണം എന്നുള്ളൊരു ഗതികേടില് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരെ വിജയിപ്പിച്ച് വിട്ടതിന് ശേഷം രാജിവെച്ചുകൊണ്ട് ചിഹ്നം മാറി മത്സരിക്കുവാനുള്ള ഒരു ഓട്ടത്തിലാണ് PV അൻവറും. ഇവിടെ ഈ നിലമ്പൂരിനെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന UDFന്റെ തലവനായിരുന്നു ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹം അടക്കി ഭരിച്ചത് 1ഉം 2ഉം ടേമിലല്ല, 10-30 വർഷത്തോളം ഈ നിലമ്പൂരിനെ അടക്കി ഭരിച്ചപ്പോഴും നിലമ്പൂർ
മറന്നുപോയി. അതിന് പകരം ഇപ്പോൾ UDF ഇറക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനെയാണ്. അച്ഛനെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തത് ഒന്നും മകനെ കൊണ്ടും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഇവിടെയുള്ള നിലമ്പൂരിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് ഈ ഇലക്ഷനിലൂടെ നമ്മൾ തെളിയിക്കേണ്ടതാണ്. ഇവിടെ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചൊക്കെ പറയാറുണ്ട്. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ആചാര ലംഘനത്തിന് വേണ്ടി സ്ത്രീകളെ പൊതു നിരത്തിലിറക്കുന്നതാണ് എന്നാണ് പിണറായി വിജയൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ കുടുംബശ്രീയുടെ വാർഷികാഘോഷങ്ങൾക്ക് വേണ്ടി പിണറായി സ്തുതി പാടിക്കൊണ്ട് തിരുവാതിര കളിക്കുവാനുള്ളവരാണ് സ്ത്രീകൾ എന്നുള്ളതാണ് ഇവിടെയുള്ള നവോത്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം എന്താണ് എന്ന് നരേന്ദ്രമോദി സർക്കാർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്ത്രീകൾ എത്തിപ്പെടാത്ത മേഖലകളില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും തലപ്പത്തുള്ള സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീമതി ദ്രൗപദി മുർമു മുതൽ ഇങ്ങ് ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെയും ആശാവർക്കർമാരുടെയും വരെ ഉന്നമനത്തിന് അശ്രാന്തം പരിശ്രമിക്കുന്ന ഒരു നേതൃത്വമാണ് പ്രിയമുള്ളവരെ നമുക്കുള്ളത്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇവിടെ പെഹൽഗാമില് ഒരു അറ്റാക്ക് നടന്നു. പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള തീവ്രവാദികൾ ഭാരതത്തിന്റെ അതിർത്തി കടന്നു വന്നുകൊണ്ട് നമ്മുടെ സഞ്ചാര മേഖലയിലുള്ള ആളുകളുടെ ഭർത്താക്കന്മാരെ നിഷ്കരുണം വെടിവെച്ച് കൊന്ന സാഹചര്യത്തിൽ ആ തീവ്രവാദികൾ ഈ ഭാര്യമാരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മോഡിയോട് പോയി പറയൂ എന്നതാണ്. അവര് കൃത്യമായി പറഞ്ഞതുപോലെ മോദിയോട് ചെന്ന് പറഞ്ഞു. ചെയ്യേണ്ട കാര്യം നല്ല വൃത്തിയായിട്ട് വെടിപ്പായിട്ട് നമ്മുടെ തലവൻ ചെയ്തു കാണിച്ചു എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ഭാരതത്തിന്റെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിന്ദൂരം മായ്ച്ചു കളഞ്ഞവർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് സിന്ദൂർ ഓപ്പറേഷനിലൂടെ ഈ ഭാരതത്തിന്റെ സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞവർക്കുള്ള മറുപടി കൊടുക്കുവാൻ നമ്മുടെ നേതൃത്വത്തിന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനത്തോടുകൂടെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുമാത്രമല്ല, ഈ കാര്യം ലോക രാജ്യങ്ങളോട് വിളിച്ചു പറയുവാൻ എല്ലാ രാജ്യങ്ങളും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. എന്താണ് ആ യുദ്ധത്തിന്റെ പരിണാമ ഫലങ്ങൾ എന്നറിയാൻ. ഇത് ലോകരാഷ്ട്രങ്ങളോട് വിളിച്ചു പറയുവാൻ, കോടാനുകോടി ജനങ്ങളോട് വിളിച്ചു പറയുവാൻ ശ്രീ നരേന്ദ്രമോദി ചുമതലപ്പെടുത്തിയത് 2 പെൺപുലികളെയാണ്. സോഫിയ ഖുറേഷി, വ്യോമിക സെൻ. പോരെ ഭാരതീയർക്ക് അഭിമാനിക്കാൻ? ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അത്. ഇവിടെ വന്നിരിക്കുന്നവരിലും നിരവധി സ്ത്രീകളുണ്ട്. ആ ഓപ്പറേഷന്റെ പേര് കേട്ടപ്പോൾ തന്നെ രോമാഞ്ചം വന്നുപോയി ഞങ്ങൾക്ക്. അതാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ ആ പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നേതൃത്വം എന്നും ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല ഭാരതീയ ജനതാ പാർട്ടി. ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് ദേശീയ ജനാധിപത്യം എന്നുള്ള വാചകങ്ങളായിരുന്നു മുൻപുണ്ടായിരുന്നതെങ്കിൽ നമുക്കറിയാം മുത്തലാഖ് എന്നുള്ള ആ ആചാരത്തിന് എതിരായിട്ടുള്ള നിയമം കൊണ്ടുവന്ന് അത് പാസാക്കി നമ്മുടെ മുസ്ലിം സഹോദരിമാരുടെ അഭിമാനം കാത്തു സംരക്ഷിച്ച ഗവൺമെന്റാണ് ദേശീയ ജനാധിപത്യ സർക്കാർ എന്നുള്ളത്. ഇവിടെ ഓരോ സ്ത്രീകളും ഏറ്റവും അഭിമാനത്തോടു കൂടെ തന്നെ ജീവിക്കണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, അതിനായിട്ട് അശ്രാന്തം പരിശ്രമിക്കുന്ന ഒരു സർക്കാർ. വികസനം മാത്രമാണ് കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് ഇവിടെ പറയുവാനുള്ളത്. അഴിമതിയുടെ കറ പുരണ്ടിട്ടുള്ള ഒരു വാചകങ്ങൾ പോലും ഇന്നുവരെ അധികാരത്തിലേറിയതിനു ശേഷം ജനാധിപത്യ സഖ്യത്തിനെതിരായിട്ടില്ല എന്നുള്ളതിന്റെ അഭിമാനത്തോടു കൂടിയാണ് പ്രിയമുള്ളവരെ ഈ നിലമ്പൂരിലെ ഇലക്ഷനെയും ഞങ്ങൾ നേരിടുന്നത്. അഴിമതി കാണിക്കാത്തത് കൊണ്ട് തന്നെയാണ് വികസനം തുടരാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യുവാക്കളൊന്നും നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. ആ യുവാക്കൾക്കൊന്നും ഇവിടെ ജോലി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെ സാധാരണക്കാരായിട്ടുള്ളവരുടെ മക്കൾക്ക് ജോലി ലഭിക്കും? സ്വന്തം മകള് വീണ വിജയന് മാസപ്പടി എണ്ണിക്കൊടുക്കുവാനുള്ള കോടികൾ മാറ്റിവെക്കുകയാണ് ഖജനാവിൽ നിന്നും. ആ പൊതു ഖജനാവിൽ നിന്നും അത്രത്തോളം അഴിമതികൾ നടത്തിക്കൊണ്ട് വീടും കാറുമായിട്ട് നിരവധി സുഖലോലുപങ്ങളിൽ നിന്ന് മുഴുകിക്കൊണ്ടും വിദേശ പര്യടനങ്ങൾ നടത്തുമ്പോ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ എവിടെയാണ് അവസരം ലഭിക്കുന്നത്? ഇവിടെയുള്ള പ്രായമെത്തിയിട്ടുള്ള ആളുകൾക്ക് ഒരു വിധവാ പെൻഷനോ അവിവാഹിത പെൻഷനോ വാർദ്ധക്യ പെൻഷനോ കൊടുക്കുവാൻ പോലും പണം കയ്യിലില്ലാതെ, ആ ഖജനാവ് പോലും സംരക്ഷിക്കാൻ സാധിക്കാതെ ഇവിടെയുള്ള ജനങ്ങളുടെ കഴുത്ത് നീച്ചു കൊല്ലുന്ന ഈ LDF സർക്കാരിനൊപ്പം നമ്മൾ വീണ്ടും നിൽക്കണോ? ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അധികാരത്തിലെത്തിയിട്ടും ആ അഴിമതിയുടെ കറകൾ മാത്രം മറുപടി പറയുവാനുള്ള UDF-നൊപ്പം നിൽക്കണോ? അതോ വികസനത്തിന്റെ പാത മാത്രം പിന്തുടരുന്ന NDA സഖ്യത്തിനൊപ്പം നമ്മൾ
തിരഞ്ഞെടുപ്പില് നമുക്ക് ചിഹ്നത്തെ കുറിച്ച് ആലോചിക്കാനൊന്നുമില്ല. ഒരൊറ്റ ചിഹ്നമേ ഉള്ളൂ, താമര. ആ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ശ്രീ മോഹൻ ജോർജിന് വമ്പിച്ച വിജയത്തോടുകൂടി നിലമ്പൂരിന്റെ ജനത കയ്യിലെടുത്താൽ തീർച്ചയായിട്ടും ഇതുവരെ മുരടിച്ചു നിൽക്കുന്ന ഈ ഒരു നിലമ്പൂരിന്റെ സാഹചര്യം മാറിക്കൊണ്ട് വികസനത്തിന്റെ പാതയിലേക്ക് നമുക്ക് പോകാം എന്ന് മാത്രം പങ്കുവെച്ചുകൊണ്ടും, നിങ്ങളിവിടെ വന്നിരിക്കുന്നത്, പകുതിയിലേറെ പേരും വന്നിരിക്കുന്നത് ഞങ്ങളെ ഒന്നും കാണാനല്ല എന്നുള്ളതറിയാം. നമ്മുടെ സുരേഷ് ഏട്ടന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയും ആകാംക്ഷഭരിതരായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് മറ്റു കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് വഴിമാറി കൊടുത്തുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നമ്മുടെ സ്ഥാനാർത്ഥിക്ക് നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ജയ് ബോലോ ഭാരത് മാതാ കി. അടുത്തതായി BJP ദേശീയ ഉപാധ്യക്ഷൻ